സ്നേഹവന്ദനം എല്ലാവർക്കും. വളരെ മനോഹരമായ രീതിയിൽ എനിക്ക് തോന്നുന്നു ഞാൻ പറയേണ്ട ഭാഗങ്ങളിൽ കുറേയേറെ ഭാഗം എല്ലാവരും തന്നെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അവർ പറയണമെന്നോ അല്ലെങ്കിൽ സമയപരിമിതി കൊണ്ടോ പറയാൻ പോയതും അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയണമെന്ന് ആഗ്രഹിച്ചതുമായ ചില കാര്യങ്ങളാണ് അനക്സ് ചെയ്യുന്നെന്നുള്ളതേ ഉള്ളൂ. ഫസ്റ്റ് ഓഫ് ഓൾ, ദേശീയ മാനവിക വേദിയുടെ 2ാം വാർഷികത്തിലെ പാനലിസ്റ്റുകളിൽ ഒരാളായി എന്നെ വിളിച്ച അതിൻ്റെ സംഘാടകരോട് നന്ദി അറിയിക്കുന്നു. വേദിയിൽ എനിക്കൊപ്പം ഉള്ള എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും കേൾക്കാനിരിക്കുന്ന എല്ലാവർക്കും ഒന്നുകൂടി സ്നേഹവന്ദനം. ഫസ്റ്റ് എനിക്ക് ഇവിടെ കതിജച്ച് തന്നിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് അസംഘടിത തൊഴിൽ മേഖല പാൻഡമിക്കിന് ശേഷം എന്നുള്ള ഒരു ഭാഗമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മളുടെ ഇന്ത്യയിലെ അല്ലെങ്കിൽ ലോകത്തിൽ തന്നെ അസംഘടിത സമൂഹങ്ങൾ എന്ന് പറയുന്ന ഒരു ഡെഫിനിഷൻ നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കും. അസംഘടിതരെന്ന് പറയുമ്പോഴെന്താണ്? സംഘടിതരല്ലാത്തവരെല്ലാം അസംഘടിതരെന്നുള്ള ഒരു ഇതിലാണ്. ആക്ച്വലി ദലിത് ആദിവാസി സമൂഹങ്ങൾ എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ഡെഫിനിഷനകത്ത് ഞങ്ങൾ ഈ പറയുന്ന ദലിത് ആദിവാസി സമൂഹങ്ങളെ തിരയരുത് എന്ന് ഞാൻ ആദ്യമേ പറയുന്നു. ഇത് ജെഎം കെയ്ൻസിൻ്റെ ബുക്കിലോ അല്ലെങ്കിൽ JB ഷെയുടെ ബുക്കിലോ മൈക്കൽ ആഡം സ്മിത്തിൻ്റെ ബുക്കിലോ ഒന്നുമില്ലാത്ത ഒരു സംഭവമാണ് ഈ പറയുന്ന സമൂഹങ്ങൾ. അപ്പോൾ ഒന്നത്, മറ്റൊന്ന് ദേശീയത എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. ഇപ്പം ദേശീയത എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഉള്ളിൽ ഉയർന്നു വരുന്ന ഒരു ചിന്ത, അല്ലെങ്കിൽ ഒന്ന് കണ്ണടച്ച് നമുക്കിപ്പോൾ ഒരു ദേശഭക്തിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു പ്രോഗ്രാം, നമ്മുടെ നാഷണൽ ഫെസ്റ്റിവലുകളായിട്ടുള്ള ഇൻഡിപെൻഡൻസ് ഡേ ആകട്ടെ, റിപ്പബ്ലിക് ഡേ ആകട്ടെ ഒക്കെ നടത്തുമ്പോഴും ദേശീയതയുടെ പ്രതീകമായി നമ്മൾ കൊണ്ടുവരുന്ന ഭാരതാംബയ്ക്കകത്തൊന്നും തന്നെ ഉൾപ്പെടുന്ന ആളുകളല്ല. അതായത് ഇന്ത്യയുടെ ബഹുസ്വര സമൂഹങ്ങളെ ഒന്നും ഡെപ്പിക്റ്റ് ചെയ്യാൻ പര്യാപ്തമായിട്ടുള്ള ഒരു ദേശീയ സിമ്പലുമായിട്ടല്ല നമ്മൾ പോകുന്നത്. അപ്പോൾ എന്താണ് ഈ ദേശീയത എന്നുള്ളത് ഒരു ചോദ്യമാണ് ഞാൻ ബിലോങ് ചെയ്യുന്ന എൻ്റെ സമൂഹത്തിനകത്ത്. അപ്പോൾ ഇന്ത്യൻ ദേശീയതയ്ക്കകത്ത് ഇടം കിട്ടാതെ പോയ അസംഘടിതാവസ്ഥയുള്ള സമൂഹങ്ങൾ, ആ അസംഘടിതാവസ്ഥ ഇതുവരെ നിർവചിക്കപ്പെട്ടിട്ടുമില്ലാത്ത ഒരു സമൂഹത്തെ പറ്റിയാണ് പറയുന്നത്. നിങ്ങൾ കണ്ടിട്ടുള്ളതോ വായിച്ചിട്ടുള്ളതോ നിരീക്ഷിച്ചിട്ടുള്ളതായ ചില ഇടങ്ങളിൽ നിന്നായിരിക്കുകയില്ല ചിലപ്പോൾ ഞാൻ പറയാൻ പോകുന്നത്. യോജിക്കാനും യോജിക്കാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്ക് വിട്ടുതരുന്നു. ഇനി ദലിത് എന്ന് പറയുന്ന ഈ ഒരു അംബ്രല്ല ടേം അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സംജ്ഞ എന്ന് പറയുന്നത് എല്ലായിടത്തും ഒരുപോലെ പോകുന്ന ഒഴുകിപ്പരക്കുന്ന ഒരു വായനയല്ല. ഈ അംബ്രല്ല ടേമിന് കീഴിൽ അത് ഇന്ത്യ ഒട്ടാകെ അംഗീകരിച്ചിട്ടുമില്ല എന്നുള്ളതാണ്. ദലിത് എന്ന് ഞാൻ ഡിഫൈൻ ചെയ്യപ്പെടണമോ അല്ലെങ്കിൽ ഏത് രീതിയിലാണ് അത് ഡിഫൈൻ ചെയ്യപ്പെടേണ്ടത്, അതിനെപ്പറ്റിയൊക്കെ തർക്കവിതർക്കങ്ങൾ നടക്കുന്ന ഒരു രാജ്യമാണിത്. ബംസഫ് പോലെയുള്ള ഒരു പ്രസ്ഥാനം ദലിത് എന്ന വാക്കിനെ ഏറ്റെടുത്തിട്ടും ഇല്ല. എന്നാൽ കേരളം ഏറെ സ്വീകരിക്കപ്പെട്ടിട്ടുമുള്ള ഒരു വാക്കാണ്. അപ്പം ഇത്രയും ആലോചനകളൊന്ന് പ്രീഒക്യുപ്പൈഡായിട്ട് മനസ്സിൽ വെച്ചുകൊണ്ടാവും ചർച്ച പോകുന്നതായിരിക്കും നല്ലതെന്ന് ഞാൻ കരുതുന്നു. ഈ ദലിത് എന്ന് പറയുന്ന ഈ ഒരു പൊളിറ്റിക്കൽ സംജ്ഞയ്ക്ക് കീഴിൽ അനവധി ജാതി സമൂഹങ്ങൾ നിലകൊള്ളുന്നുണ്ട്. ഒരുപാട് ഐഡൻറ്റിഫൈ ചെയ്യപ്പെട്ടതും ഇനിയും അനക്സ് ചെയ്യപ്പെട്ടുകൊണ്ട് വരുന്നതും ഇനിയും ഐഡൻറ്റിഫൈ ചെയ്യപ്പെട്ട് കിട്ടാനുമുള്ള ഒരുപാട് ആളുകൾ വരാൻ ഉള്ള ഒരു സമൂഹമാണ്. അതിൽ ഏതോ ഒരു ചെറിയ മൊത്തം ഇന്ത്യയിലെ ജനവിഭാഗങ്ങൾ ലോകത്തെമ്പാടും പരന്നു കിടക്കുന്നുണ്ട്. അത്തരം മാർജിനലൈസേഷൻ നേരിടുന്ന സമൂഹത്തിലെ ഒരു ജാതി സമൂഹത്തിൽ നിന്ന് മാത്രമുള്ള ഒരാളായി എനിക്ക് ഈ ദലിത് ആദിവാസി സമൂഹങ്ങളുടെ മുഴുവൻ അസംഘടിതാവസ്ഥയും പറയുവാൻ പറ്റുകയില്ല എന്നുള്ളതൊരു പോരായ്മ തന്നെയാണ്. അപ്പോൾ ഞാൻ പറയുന്നത് എൻ്റെ സ്റ്റാൻഡ് പോയിന്റുകളാണ്, നിങ്ങൾ മറ്റൊന്നായിരിക്കും കണ്ടിട്ടുണ്ടാവുക. ഇനി കേരളം പാൻഡമിക്കിൻ്റെ സമയത്ത് അല്ലെങ്കിൽ പാൻഡമിക്കിന് മുൻപും പാൻഡമിക്കിന് ശേഷവുമുള്ള ഒരു കൾച്ചർ കണ്ടിട്ടുള്ള ആളുകളാണ്. അപ്പോൾ ആക്ച്വലി പാൻഡമിക് അല്ല ഇവിടുത്തെ. ഇപ്പോൾ ആക്ച്വലി നമ്മൾ പാൻഡമിക്കിനെ മാത്രമായിട്ട് പറയുന്നത് ശരിയാവില്ല എന്നെനിക്ക് തോന്നുന്നു. അതായത് ഡിമോണിറ്റൈസേഷൻ, ഒരു നോട്ട് നിരോധനം വന്നു. അതിനുശേഷം ഒരു 2018 വലിയൊരു പ്രളയക്കെടുതി. ഇത് വളരെ ശക്തമായി ടോട്ടൽ ഇന്ത്യയെ തകർത്ത ഒരു സംഭവമായിരുന്നു നോട്ട് നിരോധനം വന്നതും. അതിൽ തന്നെ ഏറ്റവും അത് അഫക്റ്റ് ചെയ്തത് നേരത്തെ രാജേഷൊക്കെ പറഞ്ഞതുപോലെ തന്നെയുള്ള ഭൂമിയില്ലാത്ത സമൂഹങ്ങളായിരുന്നു.
അവിടെ നിന്ന് ഒന്ന് കരകയറിയൊക്കെ ഒന്ന് പിടിച്ചു കയറി വരാമെന്ന് വിചാരിച്ചപ്പോഴാണ് 2018 പ്രളയം വരുന്നത്. അത് നമ്മളെല്ലാവരെയും ശക്തമായിട്ട് തകർത്തു. ഇന്ത്യൻ ഇക്കണോമിയെ തന്നെ വളരെ ശക്തമായി തകർത്തു. അത് കരകയറി ഒന്ന് വന്ന സമയത്താണ് പാൻഡമിക് വരുന്നത്. സീറോ പ്രൊഡക്ഷനിലേക്ക് പോകുന്ന ഒരു കാലഘട്ടമായിരുന്നു അതൊക്കെ. അവശ്യ വസ്തുക്കളായിട്ടുള്ള, അതായത് മെഡിസിൻ പോലെയുള്ള കാര്യങ്ങൾ കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടും ഒക്കെയുള്ള ഒരു പ്രൊഡക്ഷൻ ആയിരുന്നു അവിടെ വന്നുകൊണ്ടിരുന്നത്. പിന്നീട് വന്ന ചൂരൽമല, വയനാട്ടിലെ ചൂരൽമല, ഇപ്പോൾ എനിക്ക് തോന്നുന്നു അപ്രഖ്യാപിതമായിട്ട് ഏകദേശം കേരളത്തിൻ്റെ പല 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 ഭാഗങ്ങളിലായിട്ട് 11 മാസത്തോളം എങ്കിലും മഴ ഉള്ള ഒരു സ്റ്റേറ്റായിട്ട് മാറിയിട്ടുണ്ട്. അപ്പം ജൈവ വൈവിധ്യമൊക്കെ നന്നായിട്ട് നഷ്ടപ്പെട്ട ഒരു സമൂഹമാണ് കേരളം എന്ന് പറയുന്നത്. അതിലുള്ള ദളിത് സമൂഹങ്ങൾ, ദളിത് ആദിവാസി സമൂഹങ്ങൾ, അതായത് ആഫ്റ്റർ ദ പാൻഡമിക് എങ്ങനെയാണ് മാനേജ് ചെയ്തുകൊണ്ട് പോകുന്നത് എന്നുള്ളത് വളരെ വിഷമകരമായ അവസ്ഥ തന്നെയാണ്. പക്ഷേ പാൻഡമിക്കുള്ള ആ സമയത്തിൽ നിന്നും വ്യത്യസ്തമായി കുറച്ച് നമ്മൾ അത് ഒരു ഭേദപ്പെട്ട അവസ്ഥ നമുക്ക് വീട്ടകങ്ങളിൽ കാണുന്നില്ല, നാട്ടകങ്ങളിൽ കണ്ടെത്തുവാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് പ്രത്യാശ നൽകുന്നുണ്ട്. അപ്പം ഞാൻ അതിനെപ്പറ്റിയാണ് പറയാൻ പോകുന്നത്. അതിന് മുൻപായിട്ട് എത്തരത്തിൽ നമ്മുടെ ഈ അസംഘടിത സമൂഹങ്ങൾ, എനിക്ക് ഒരിക്കലും ദളിത് എന്ന് പറയുമ്പം ഇവിടുത്തെ SC ST വിഭാഗങ്ങളോ അല്ലെങ്കിൽ OEC വിഭാഗങ്ങൾ മാത്രമല്ല, ശബ്ദിച്ചതിൻ്റെയോ ശബ്ദിക്കാത്തതിൻ്റെയോ, ചിന്തിച്ചതിൻ്റെയോ ചിന്തിക്കാത്തതിൻ്റെയോ, പറഞ്ഞതിൻ്റെയോ പറയാത്തതിൻ്റെയോ, പാടിയതിൻ്റെയോ പാടാൻ പറ്റാത്തതിൻ്റെയോ, മൗനപ്പെട്ടു പോയതിൻ്റെയോ, മൗനഭാവത്തിലേക്ക് പൂണ്ടിരിക്കാൻ പോയതിൻ്റെയോ പേരിൽ ഈ ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ ഏതെങ്കിലും ഒരു കുഞ്ഞു വ്യക്തി മുതൽ സീനിയർ സിറ്റിസൺ വരെ ചിതറപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെല്ലാവരും ദളിത് തന്നെയാണ്. അവർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എനിക്ക് ഗാസയിലുള്ളവരും ഒക്കെ അങ്ങനെയുള്ളവർ തന്നെയാണ് എല്ലാവരും. ആരൊക്കെ വംശത്തിൻ്റെയോ വർഗത്തിൻ്റെയോ ഭാഷയുടെയോ എന്തിൻ്റെ പേരിലും രോഗത്തിൻ്റെയോ പിടിയിൽപ്പെട്ട് പെട്ടുപോയ ഇരയാക്കപ്പെട്ട ഏതൊരു മനുഷ്യരും ചിതറപ്പെട്ടു പോയവരാണ്. ഇത് തന്നെയാണ് ജ്യോതിബ ഫുലെ ദളിത് എന്ന ഒരു വാക്കിലേക്ക് വാക്കിൽ കൊണ്ടുവരുന്നത്. ചിതറപ്പെട്ടു പോകുന്നവ കൂട്ടിച്ചേർക്കാൻ നമുക്ക് സാധിക്കുകയില്ല. ഇത് കൂട്ടിച്ചേർത്ത് പോയാലും കാറ്റോ മഹാമാരികളോ വരുമ്പോൾ വീണ്ടും ഈ കൂട്ടിയോജിച്ചത് ചിതറപ്പെട്ടു പോവുകയും വാടിക്കരിഞ്ഞു പോവുകയും അവയുടെ സുഗന്ധം നഷ്ടപ്പെട്ടുകയും പോകുന്ന ആ അസംഘടിതരെ പറ്റിയാണ് നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. ഈ അസംഘടിത സമൂഹങ്ങളിൽ പ്രധാനമായിട്ട് ഞാൻ കേരളത്തിലെ ഒരു ചെറിയ ചില മേഖലകൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ചില പ്രതിസന്ധികൾ, അസംഘടിത മേഖലകൾ എന്ന് നമ്മൾ പെട്ടെന്ന് പറയുമ്പം ഇന്ത്യൻ ദളിത് സമൂഹം, ആദിവാസി സമൂഹങ്ങൾ എവിടെ ചെന്നുപെട്ടാലും അവർ സ്വാഭാവികമായി അസംഘടിത സമൂഹങ്ങളാകുന്നുണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. എങ്കിൽ തന്നെയും ചില പ്രത്യേക മേഖലകൾ, ദളിത് പെയിൻറ്റിങ് മേഖല, ലെതർ വർക്സുകൾ, മത്സ്യത്തൊഴിൽ മേഖലകൾ, തോട്ടം തൊഴിലാളികൾ, അതുപോലെ തന്നെ പിന്നെയും അങ്ങോട്ട് ഒരുപാടുണ്ട്, കാറ്ററിംഗ് സർവീസ്, ഇതിലൊക്കെ എല്ലാവരും തന്നെ ഉണ്ട് കേട്ടോ. എങ്കിലും മജോറിറ്റി ഓഫ് ദ പീപ്പിൾ ആരാണെന്നുള്ളതാണ്. ഈ സമൂഹങ്ങളിൽ പെട്ട ആളുകൾക്ക് വളരെയധികം ശക്തമായ നഷ്ടങ്ങൾ സംഭവിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ അതിനുള്ളൊരു പ്രധാനമായിട്ടും നമ്മൾ ചപ്പൽ വ്യവസായത്തിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഉൽപ്പാദന ചെയ്യുന്ന ആളുകൾ, അതിൻ്റെ പ്രോഫിറ്റ് കൈയാളുന്ന ആളുകളും ഇതിൻ്റെ നിർമ്മാണം നടത്തുന്ന ആളുകളും തമ്മിലൊരു വേർതിരിവുണ്ടാകുന്നുണ്ട്. നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ആളുകൾ കൂലി കുറവ് വാങ്ങിക്കുകയും അവരാ മിക്കവരും തന്നെയും ഈ പറഞ്ഞ ദളിത് ആദിവാസി ബഹുജൻ സമൂഹത്തിൽ നിന്നുമൊക്കെ ഉള്ള ആളുകളാണ് കൂടുതലുമായി കടന്നു വരുന്നത്. അപ്പം ഈ ഒരു ട്രേഡ് സമൂഹങ്ങൾ പാൻഡമിക് സമയത്ത് വളരെയധികം കഷ്ടപ്പാടുകൾ അനുഭവിച്ചു തന്നെയായിരുന്നു അവർ കടന്നുപോയത്. അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത്, നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ പെയിൻറ്റിങ് വ്യവസായമായെങ്കിലും അല്ലെങ്കിൽ ചപ്പൽ, ചെരുപ്പ്, അതുപോലെയുള്ള വ്യവസായങ്ങൾ, ഈവൻ ഫാബ്രിക്കേഷൻ വർക്കുകൾ ലൈക്ക് പ്ലംബർ, പിന്നെ ഇലക്ട്രീഷ്യന്മാരുടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിനകത്ത് പ്രൊഡക്ഷൻ അങ്ങനെ നടക്കുന്നില്ല എന്നുള്ളതാണ്. കേരളത്തിനകത്തല്ല ഇതിൻ്റെ ഒന്നും പ്രൊഡക്ഷൻ നടക്കുന്നത്. ഇന്ത്യയിലാണെങ്കിൽ നമുക്കത് മുംബൈയിൽ നിന്നാണ് വരുന്നത്. മുംബൈ പോലെയുള്ള സ്ഥലങ്ങളിൽ പൂർണ്ണമായും അവിടുത്തെ തുകൽ വ്യവസായമൊക്കെ പാൻഡമിക് സമയത്ത് ക്ലോസ്ഡായി മാറിയിരുന്നു. ആ സമയത്ത് അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു കയറ്റിറക്കുമതി ഒന്നും നടക്കാത്തത് സ്വാഭാവികമായി ഇവിടുത്തെ കേരള സമൂഹത്തെ ബാധിക്കുകയും ഭൂമിയും സ്വർണവും അതുപോലെ തന്നെ മറ്റ് അസറ്റുകളും ഉണ്ടായിരുന്നവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുകയും നാമമാത്രമായ കൂലി പോലും ഇല്ലാതിരുന്ന ദളിത് ആദിവാസി സമൂഹങ്ങൾ അവിടെ തകർന്നു പോവുകയും ചെയ്യുന്നുണ്ടായിരുന്നു.
ഇനി ചൈനയിൽ നിന്നാണ് നമ്മുടെ ഇന്ത്യയുടെ ഫാബ്രിക്കേഷൻ വർക്കുകൾ, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ള ഫാബ്രിക്കേഷൻ വർക്കുകൾ, അതായത് ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ഫാബ്രിക്കേഷൻ വർക്ക് എന്ന് പറയുന്നത് പെയിൻറ്റിങ്ങിൽ നിന്നും ഫാബ്രിക്കേഷൻ രംഗത്തേക്ക് വരുന്നു. അത് ഇൻറ്റീരിയർ ഡിസൈനിങ്ങിലേക്ക് വരുന്നു. സ്ട്രക്ചറൽ ഡിസൈനിങ്, അലുമിനിയം ഫാബ്രിക്കേഷൻ, പ്ലംബർ, ഇത്തരമുള്ള ഇലക്ട്രീഷ്യന്മാർ, ഇവരുടെയൊക്കെ സാധനങ്ങൾ കടന്നു വന്നുകൊണ്ടിരുന്നത് ചൈനയിൽ നിന്നായിരുന്നു. ചൈന വളരെ ശക്തമായ രീതിയിൽ ഹിറ്റ് ചെയ്യപ്പെട്ട ഒരു രാജ്യമായിരുന്നു കോവിഡ് സമയത്ത്. കാരണം ആ സമയത്ത് പോപ്പുലേഷൻ കൂടുതൽ ഉള്ളതുകൊണ്ട് തന്നെ അവിടുത്തെ ആരോഗ്യ രംഗവും അത്ര വേണ്ട രീതിയിൽ തുടക്കങ്ങളിൽ ഫലപ്രദമായി കൈയാളുകയും ചെയ്യാഞ്ഞതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും നമുക്ക് വളരെ കൃത്യമായ ഒരു കടൽ കടന്ന് ഇങ്ങോട്ട് ഒരു മാർക്കറ്റിംഗ് സംവിധാനം കൂടി ഉള്ളതുകൊണ്ട് അവിടെ തകർച്ച സംഭവിച്ചപ്പോൾ ഇവിടെ കൃത്യമായി തകർച്ച സംഭവിച്ചു. അത് നമ്മുടെ വീട്ടകങ്ങളിലും ബാധിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നുമാണ് ഇപ്പോൾ ഒരു ലിവിങ് വിത്ത് കോവിഡ് കൾച്ചറിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ഇപ്പോൾ അതായത് പാൻഡമിക്കിന് ശേഷമുള്ള 5 വർഷം കഴിഞ്ഞ് ലിവിങ് വിത്ത് പാൻഡമിക് വേണ്ടി നമ്മളെല്ലാം ശീലിച്ചു. ഇനി എന്ത് ലിവിങ് വിത്ത് കോവിഡിനൊപ്പം ജീവിക്കുന്ന സമൂഹങ്ങളാണ് നമ്മളൊക്കെ രക്ഷപ്പെട്ടു വന്നവരാണ്. ഇതിൽ നിന്നും ഒരുപാട് പേര്, നമ്മളിൽ നിന്ന് പ്രിയപ്പെട്ട ഒരുപാട് പേര്, ബാനർജി അടക്കമുള്ള SP ബാലസുബ്രഹ്മണ്യം, അങ്ങനെ പെട്ടെന്ന് ഒരുപാട് പേര് പോയി. നമ്മൾ കുറേ പേരൊക്കെ വീണ്ടും വിസ പുതുക്കി കിട്ടി ഇവിടെ ഇരിക്കുന്നവരാണ്. ഈ മനുഷ്യർ ലിവിങ് വിത്ത് കോവിഡ് കൾച്ചറിൽ ഉള്ള ന്യൂ നോർമൽ സമൂഹങ്ങളാണ്. ഈ സമൂഹങ്ങൾക്ക് ഇടയിലേക്ക് രാജ്യാന്തര തലത്തിൽ തന്നെ ഉണ്ടായ സമ്പദ് വ്യവസ്ഥയോടുള്ള മാറ്റം അനുസരിച്ചുകൊണ്ട് കേരളത്തിനും അതിന് കൃത്യമായ ഒരു വിദേശ പോളിസി, വിദേശ നയം ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ കേരളത്തിന് കൃത്യമായ നിലപാടെടുക്കേണ്ടി വന്നിട്ടുണ്ട്. അത് പൂർണ്ണമായും സർക്കാരിൻ്റെ മാത്രമാണെന്ന് നമുക്ക് അവകാശപ്പെടാൻ പറ്റില്ല. സിവിക് സെൻസ് ഉള്ള ഒരു സമൂഹമായതുകൊണ്ട് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് കൊണ്ടും കൂടിയാണ് അത്തരം കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെല്ലുവാൻ ഇവിടുത്തെ സമൂഹം നിർബന്ധിതരാകുന്നുണ്ടായിരുന്നു. അപ്പോൾ മൊത്തത്തിൽ 1 ലക്ഷത്തോളം ഓൺട്രപ്രണേഴ്സിനെ സമാഹരിക്കുക എന്നുള്ള 2022-2023 കാലഘട്ടങ്ങളിൽ തുടങ്ങി വെച്ച സംരംഭക വർഷത്തിൽ കൂടിയാണ് ഇപ്പം നടന്നു പോകുന്നത്. അതിപ്പം മുന്നോട്ട് കടന്നു പൊക്കുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കേരള ഗവൺമെൻറ് അതിൽ തന്നെ ഈ 1 ലക്ഷത്തി ഈ ഒരു വർഷത്തിനുള്ളിൽ 1 ലക്ഷം ഓൺട്രപ്രണേഴ്സിനെ ആണ് ഉണ്ടാക്കേണ്ടത്. എന്നാൽ ആഫ്റ്റർ 1 ഇയർ ഇറ്റ്സെൽഫ് നമ്മൾ 1,39,000 ഓൺട്രപ്രണേഴ്സിനെ നമുക്ക് നേടിയെടുക്കുവാൻ സാധിച്ചു എന്നുള്ളതാണ് കണക്ക്. ഈ കണക്കിനകത്തൊക്കെ ചില എക്സാഗറേഷൻ ഉണ്ടാകും തീർച്ചയായിട്ടും. പക്ഷേ എങ്കിൽ തന്നെയും ഇതിനകത്ത് 3ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ, ഒന്ന് മെയിൻ്റനൻസ് വിഭാഗം, അത് മാനുഫാക്ചറിങ് വിഭാഗം. ഈ ഒരു സംരംഭകരെ ഡിവൈഡ് ചെയ്യുമ്പോൾ മാനുഫാക്ചറിങ് സെക്ടർ ഒരു വിഭാഗം, സർവീസ് സെക്ടർ മറ്റൊരു വിഭാഗം, ട്രേഡ് സെക്ടർ മറ്റൊരു വിഭാഗം, ഇങ്ങനെ വരുന്നുണ്ട്. ഇതിൽ മാനുഫാക്ചറിങ് എന്ന് പറയുന്നത് നേടിയെടുക്കാൻ വളരെ പ്രയാസമുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം മാനുഫാക്ചറിങ് സെക്ടറിനകത്ത് നമ്മൾ എത്ര നേടിയെടുത്താലും നമുക്ക് ഈ പറയുന്ന 1 ലക്ഷം എന്നതിൻ്റെ പാരിറ്റിയിലേക്ക് കടന്നു വരാൻ സാധിക്കുകയില്ല. അപ്പോൾ ഈ 1 ലക്ഷം എന്ന് പറയുന്നത് എങ്ങനെയാണ്? കാരണം അതിന് ഇൻവെസ്റ്റ്മെൻറ്റ് വേണം, നല്ലപോലെ പണം വേണം, മെഷീനറീസ് വേണം, ഭൂമി വേണം, ക്യാപിറ്റൽ നല്ലപോലെ ഉണ്ടാകണം, റിസോഴ്സ്ഫുൾ പേഴ്സൺസ് ഉണ്ടാകണം. അതുപോലെ തന്നെ അത്യധ്വാനവും ആവശ്യത്തിനുള്ള അധ്വാനവും ഒക്കെ ആവശ്യമുള്ള സമൂഹങ്ങളെ ആവശ്യമുണ്ട്. മറ്റൊന്ന് സർവീസ് സെക്ടറാണ്. ഈ രണ്ടിനേക്കാൾ കൂടുതലായി ട്രേഡ് സെക്ടർ കൊണ്ടാണ് ഇവരിത് നേടിയെടുക്കുന്നത്. ഈ ട്രേഡ് സെക്ടറിനകത്ത് വളരെ കൃത്യമായ രീതിയിൽ ഇവിടുത്തെ ദലിത് സമൂഹങ്ങൾ, വളരെ കൃത്യമായ ദലിത് OBC വിഭാഗങ്ങൾ, മുസ്ലിം കമ്മ്യൂണിറ്റിയൊക്കെ വളരെ ശക്തമായിട്ട് ഇതിനകത്ത് കടന്നു വന്നിട്ടുണ്ട്. അതായത് ഇവിടെയാണ് ജാതി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ളത് നമ്മളൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ഓക്കെ, ഞാൻ നിങ്ങളുടെ ശ്രദ്ധ മറ്റൊന്നിലേക്ക് ക്ഷണിക്കുന്നു. ഭൂപരിഷ്കരണ നയം വന്ന സമയത്ത് ഇപ്പം ഖദീജയൊക്കെ പറഞ്ഞ ഭൂപരിഷ്കരണ സംഭവമായിട്ട്, അപ്പം അതിനെ നമുക്ക് എല്ലാവർക്കും അറിയാം. അതൊരു ദലിത് ആദിവാസി സമൂഹങ്ങൾക്ക് പ്രയോജനപ്രദമല്ലാത്ത ഒരു കാര്യം തന്നെയായിരുന്നു. ഞാനതിൻ്റെ മെറിറ്റ് ഒന്നും ഇപ്പം അന്വേഷിക്കുന്നില്ല. ബട്ട് വൺ തിങ്, കൃഷിഭൂമി കർഷകർക്ക് എന്നുള്ള പേരിലായിരുന്നു ഭൂപരിഷ്കരണം തുടങ്ങുന്നത്. ഞങ്ങൾ കർഷകർ എന്ന ഡിഫിനിഷൻ ഉണ്ടായിരുന്നവരല്ലായിരുന്നു, അല്ലേ? കൃഷിഭൂമി കർഷകർക്കായിരുന്നു. കർഷകരെന്ന് പറഞ്ഞാൽ കർഷകർ, നമുക്ക് ആ വാക്കിനകത്ത് തന്നെയുണ്ട്. ഫാമറാണ് കർഷകർ, ഫാം സ്വന്തമായിട്ടുള്ളവരാണ്. അഗ്രികൾച്ചർ നടത്തിക്കൊണ്ടിരിക്കുന്നവർ കർഷകരാകുന്നുണ്ട്. ഇതാണ് ഡെഫിനിഷൻ. ഈ ഡെഫിനിഷനൊന്നും ഇവിടെ നിന്ന് വരുന്ന ഡെഫിനിഷനും അല്ല. ഈ സാമ്രാജ്യത്വവും ഇന്ത്യൻ ജാതി വംശീയതയും കൂടെ കൈകോർത്തുണ്ടാകുന്ന ഡെഫിനിഷനാണ് ഇതൊക്കെ. ഓക്കെ, മെറിറ്റ് എന്ന വാക്കൊക്കെ കടന്നു വരുന്നത് പോലെ തന്നെ. അപ്പോൾ ഇതിൽ കുടികടപ്പ് നടക്കുന്ന ടെനന്റുകൾ ഇതിനകത്ത് വന്നിട്ടില്ല. അപ്പം കൃഷിഭൂമി കർഷകർക്കാണ് കിട്ടിയത്, അടിസ്ഥാന ജനവിഭാഗങ്ങൾക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. ഇതിൻ്റെ തുടക്കം തുടങ്ങുന്നത് പണ്ടാരപ്പാട്ട വിളംബരം മുതൽ തന്നെ ഇവിടെ മിച്ചഭൂമി, ഇവിടെ ഭൂപ്രഭുക്കളായുള്ള മനുഷ്യർ ഉണ്ട്.
പിന്നീട് നവോത്ഥാനം നടക്കുന്നു. നവോത്ഥാനം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. ഈ നവോത്ഥാന സമയത്ത് ഇതര സ്റ്റേറ്റുകളിൽ നിന്ന് വ്യത്യസ്തമായി കേരളം അതിഗംഭീരമായി ജാതിക്കെതിരെ ഉച്ചനീതിത്തിനെതിരെ പോരാടിക്കൊണ്ട് മുന്നേറി. എന്തുകൊണ്ട്? 100% ലിറ്ററസി കേരളത്തിനുണ്ടെന്ന് അവകാശപ്പെടുന്നത് കൊണ്ട്. ഇങ്ങനെയാണ് ഈ നയനമനോഹരമായ ഇന്ത്യയിലൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഇടതുപക്ഷം ഇവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാണേ പൈങ്കിളിയെ എന്ന് പറഞ്ഞുകൊണ്ട് ഇതെല്ലാം കിട്ടിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങനെ പുന്നപ്ര വയലാറിലും ഒക്കെ അങ്ങനെ നമ്മളതിങ്ങനെ കണ്ടിട്ടുണ്ട്. ഈ പറച്ചില് ഒരു ഇതിൽ കൂടി പോകുമ്പോൾ യഥാർത്ഥത്തിൽ ഉണ്ടായ സംഭവം എന്ന് പറയുന്നത്, നമ്മൾ കേരളത്തിനെ കാസ്റ്റിനെ അഡ്രസ്സ് ചെയ്യുമ്പോൾ, നമ്മൾ ജാതിയെ അഡ്രസ്സ് ചെയ്യുമ്പോൾ ഭൂമിശാസ്ത്രപരമായി അഡ്രസ്സ് ചെയ്യണം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളത് എല്ലാ മലയാളികളും അത് പഠിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കേരളത്തിൻ്റെ കിടപ്പ് എങ്ങനെയാണ്? ഒരു കുഞ്ഞു കേരളം. നമ്മൾ ചിലപ്പോൾ കളിയാക്കി പറയും ഇങ്ങനെ പടവലങ്ങ വളച്ചിട്ടതുപോലെ തന്നെയാണ് ഇങ്ങനെ കിടക്കുന്നതെന്നൊക്കെ തമാശന് ഈ മിമിക്രി ആർട്ടിസ്റ്റുകളൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് പലപ്പോഴും. ഈ കേരളത്തിനെ ഇനിയും നമ്മൾ 3ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ മലനാട്, ഇടനാട്, തീരപ്രദേശമാണ്. മലനാടും തീരപ്രദേശങ്ങളും ഇക്കോളജിക്കലി ഫ്രജൈൽ ഏരിയാസാണ് ആണല്ലോ. അവിടെ ഭയങ്കര റിസ്ക് ലൈഫാണ്. പോയിട്ട് ഇടനാട്ടിലാണ് ജ്ഞാനശകലങ്ങളെല്ലാം ഉണ്ടായത്. അതിപ്പോൾ ഏത് സമൂഹങ്ങളുടെ ആയാലും ഇടനാടുകളിലാണ് കൂടുതലായിട്ടും ജ്ഞാനസമൂഹങ്ങളും ജ്ഞാനബോധങ്ങളും എസ്പെഷ്യലി ദളിത് ജ്ഞാനബോധങ്ങൾ കൂടുതലായിട്ടും വികസിച്ച് വരുന്നത്. അവിടെ നിന്നാണ് ഒരു മഹാത്മാ അയ്യൻകാളിയും ഒരു പൊയ്കയിലപ്പച്ചനും കാവാരികുളം കണ്ടൻകുമാരനും ശ്രീനാരായണ ഗുരുവും സഹോദരൻ അയ്യപ്പനും ഒക്കെ ഉയർന്നു വരുന്നത്. അതിനു മുമ്പ് ആ നാട്ടിലുള്ള മനുഷ്യർക്ക് ഇച്ചിരി സമതലം ഉണ്ടായിരുന്നത് കൊണ്ടാണ് അവരവിടെ നിന്നുകൊണ്ട് ഇടനാടൻ പാട്ടുകളും ചെങ്ങന്നൂരാദി പാട്ടുകളും ഒക്കെ പാടിക്കൊണ്ട് ഇന്നത്തെ റേഡിയോയോ വാട്സപ്പോ സോഷ്യൽ മീഡിയയോ ഒക്കെ ആയിരുന്ന പാട്ടുകൾ വഴിയുള്ള ലോകമാധ്യമത്തെ അവർ സൃഷ്ടിച്ചെടുക്കുന്നു. അന്ന് വാമൊഴി ആ പാട്ടിന് അത് കേട്ട് വളർന്നവരിൽ നിന്നാണ് ഇത്തരത്തിലുള്ളൊരു സമൂഹം ഇവിടെ ഉണ്ടാവുകയും അവർ രാഷ്ട്രീയ ബോധത്തോടെ കടന്നു വരികയും ആ സമൂഹങ്ങളിൽ നിന്നുള്ളവർ ഇതര സമൂഹങ്ങളെയും കൂടി പ്രേരിപ്പിച്ചുകൊണ്ടും പിന്നീട് ഇവിടെ കടന്നു വന്നിട്ടുള്ള ക്രിസ്ത്യൻ മിഷണറിമാരുടെ പ്രവർത്തനങ്ങളുടെ സങ്കലനപ്പെട്ടുകൊണ്ട് തന്നെയാണ് കൃത്യമായ മറ്റൊരു നവോത്ഥാന സംഭവം ഇവിടെ ഉണ്ടായത്. ഏറെ നല്ല രീതിയിലൊന്നും ഈ കരിക്കുലത്തിൽ ഇതൊന്നും പഠിപ്പിച്ചിട്ടില്ല. കാരണം അത് മിക്കവരും സർനെയിമുകളുള്ളവരാണ് ഇതെല്ലാം കരിക്കുലങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടുവന്നത്. ഇനിയിപ്പോൾ അതൊക്കെ മാറ്റം വരുന്നുണ്ട്. 2000 ഓൺവേർഡ്സ് അതിനകത്തൊക്കെ മാറ്റം വന്നു തുടങ്ങിയിട്ടുണ്ട്. അല്ലെങ്കിൽ 90കൾ മുതൽ കുറേയൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. ഈ കേരളത്തിൻ്റെ സമതലത്തിൽ ജീവിക്കുന്ന അത്യധ്വാനികളായ ആരോഗ്യമുള്ള മനുഷ്യരുടെ സഹായം ഉണ്ടാകണം. കാരണം അടിമ കാലഘട്ടം കഴിഞ്ഞു. അടിമ പുനരുത്ഥാന പ്രവർത്തനങ്ങൾ, നമ്മൾ അടിമത്തം അവസാനിപ്പിച്ചു. വിനിൽ പോളിൻ്റെയൊക്കെ ബുക്ക് വന്നപ്പോഴെല്ലാവർക്കും മനസ്സിലായി. അല്ലെങ്കിൽ അതങ്ങ് നമ്മൾ എബ്രഹാം ലിങ്കൺ കൊടുത്തുകൊണ്ടിരുന്നൊരു സാധനമായിരുന്നു, ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ നമ്മുടെ ആളുകൾ അഗ്രേറിയൻ സമൂഹം, കേരളത്തിന് അഗ്രേറിയൻ സമൂഹമായി ജീവിക്കുവാൻ പാടാണ്. കാരണം ഒരു സൈഡ് മുഴുവൻ തീരപ്രദേശമാണ്, മറ്റൊരു സൈഡിൽ ഹിൽ ഏരിയയിൽ നടത്തും. സമതലങ്ങളിൽ അത് അത്രയും പോസിബിൾ ആകുന്നില്ല. സോ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യണം. വി ഹാവ് ടു ഡിപ്പെൻഡ് ട്രേഡ് ഗിൽഡ് സമൂഹങ്ങളാകണം. കാരണം എന്താണ്? ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ അങ്ങ് വന്നിരിക്കുന്നു. അതിൻ്റെ അനുരണനങ്ങൾ ഇവിടെ ഇന്ത്യയിലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ അന്ന് പണിയെടുക്കണമെങ്കിൽ ആരോഗ്യമുള്ള സമൂഹങ്ങളെ വേണം. ഓട് വ്യവസായം വേണം, പിച്ചള വ്യവസായങ്ങൾ വരുന്നു, ഇഷ്ടിക വരുന്നു, റോഡ് കൺസ്ട്രക്ഷൻ ഉണ്ടാകുന്നു. കാരണം കൺസ്ട്രക്ഷൻ റോഡുകൾ തമ്മിൽ കണക്ട് ചെയ്യപ്പെടുന്നു. ആര് പണിയെടുക്കും? പണിയെടുക്കാമില്ല, വ്യാച്ചാൽ നടക്കില്ല, നമുക്ക് അങ്ങോട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന സമൂഹങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അതിനുവേണ്ടി ചേർത്ത് പിടിച്ചാണ് ഇവിടെ നിന്ന് അൺടച്ചബിലിറ്റി ഇല്ലാതാകുന്നത്. ഈ സമൂഹങ്ങളെ കൂടെ നിർത്തിയെങ്കിൽ മാത്രമേ അൺടച്ചബിലിറ്റി ഇല്ലാതാകുമായിരുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ടച്ചബിൾ ജാതിയാണ് കാണുന്നത്. കേരളം എല്ലായിടത്തും ഇന്നും നോർത്ത് ഇന്ത്യൻ സമൂഹങ്ങൾക്കിടയിൽ ഒക്കെ അൺടച്ചബിലിറ്റി നിലനിൽക്കുമ്പോൾ നമ്മൾ ടച്ചബിൾ രാഷ്ട്രീയത്തെ വളരെ കൃത്യമായി ലാസ്റ്റ് നമ്മൾ ഏറ്റവും ഒടുവിൽ അടൂർ ഗോപാലകൃഷ്ണൻ അടക്കം ഈ ടച്ചബിൾ രാഷ്ട്രീയം കൊണ്ടുവരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതേ ട്രേഡ് സമൂഹങ്ങളാണ്. ഈ ട്രേഡ് സമൂഹങ്ങൾ എന്ന് പറയുമ്പോൾ ഇതിൽ എല്ലാ വിഭാഗം ആൾക്കാരും ഉണ്ട്. ബട്ട് മജോറിറ്റി ഓഫ് ദ പീപ്പിൾ എന്ന് പറയുന്നത് OBC, അതീവ പിന്നോക്ക, അതുപോലെ തന്നെ ദലിത് സമൂഹങ്ങളാണ്. അതായത് സ്റ്റാറ്റസ് സിമ്പലുകൾ നോക്കാതെ പണിയെടുക്കുവാനും അതിനുള്ള ആരോഗ്യവും വെയിലത്ത് നിന്നുകൊണ്ട് ഈ പണിയൊക്കെ എടുക്കുവാനും പെരുമഴയത്ത് നിന്ന് ഈ പണിയെടുക്കുവാനും ഒക്കെയുള്ള മനക്കരുത്തും ആരോഗ്യവുമുള്ള സമൂഹങ്ങളും കൂടി ചേർന്നുകൊണ്ടാണ് ഇപ്പോഴുള്ള ഈ ലിവിങ് വിത്ത് കോവിഡിനകത്ത് കടന്നു വന്നിരിക്കുന്ന ട്രേഡിൽ കൂടി നേടിയ ഒരു നേട്ടം. പക്ഷേ ഇത് ഒരിടത്തും ഇനി രേഖപ്പെടുത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല.
അത് രേഖപ്പെടുത്തുമ്പോൾ അവിടെ ഈ ഒരു സമൂഹങ്ങളെ രേഖപ്പെടുത്താൻ വരുന്നില്ല. പക്ഷെ അത് പ്രോസസ്സ് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ പ്രോസസ്സ് കടന്നുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ദേശീയ മാനവിക വേദി പോലെയുള്ളവർ ഇത് ആംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇത് കൂടുതലായി വരികയും ഇത് ബുക്കുകളായി രേഖപ്പെടുത്തപ്പെടുമ്പോൾ ചിലപ്പോൾ വരികയും ചെയ്യും. ബുക്കുകളിലാക്കി കഴിയുമ്പോൾ പിന്നെ നമുക്കതിനെ നിഷേധിക്കുന്നതിന് കാര്യമായ അർത്ഥം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. അപ്പം ഇത്തരത്തിലാണ് ഒരു സമൂഹം അസംഘടിത മേഖലയ്ക്കകത്ത് നിലകൊള്ളുന്നത്. മറ്റൊന്ന് നമ്മുടെ മത്സ്യത്തൊഴിൽ മേഖല എന്ന് പറയുന്നത്. ഞാൻ അതും കൂടെ ഒന്ന് പറയാതെ നമുക്ക് പറ്റില്ല. കാരണം നമ്മുടെ കേരളത്തെ പാൻഡമിക്കിൻ്റെ പ്രളയത്തിന് പിടിച്ചു നിർത്തിയത് ആ സമൂഹമാണ്. കേരളത്തിനെ രക്ഷിച്ചത്, ജീവൻ രക്ഷിച്ചത് എന്നൊരു സമൂഹമാണ്. മത്സ്യത്തൊഴിലാളികൾ അനുഭവിക്കുന്ന ഒരു അസംഘടിതാവസ്ഥ എന്ന് പറയുന്നത് ഈ മത്സ്യ തൊഴിൽ മേഖല നമ്മൾ നേരിട്ട് കാണുന്നത് കടലിൽ നിന്ന് പിടിക്കുന്ന മത്സ്യത്തെ നേരിട്ട് ഇടനിലക്കാരുടെ കൈകളിലേക്കാണ് ഇത് പോകുമ്പോൾ യഥാർത്ഥത്തിൽ നിൽക്കുന്ന ഈ പറയുന്ന നമ്മൾ പലപ്പോഴും മുക്കുവരെന്നും വാലന്മാരെന്നും ഒക്കെ കളിയാക്കി അധിക്ഷേപിച്ച് മരയ്ക്കാനെന്നും അമരത്തിലെ മമ്മൂട്ടിയൊക്കെ പറയുന്ന ഡയലോഗ് ഇട്ട് കളിയാക്കുന്ന മനുഷ്യർക്കാണ് ഇത് കിട്ടാതെ പോകുന്നത്. ഈ ഇടനിലക്കാരെന്ന് പറയുന്ന ആളുകൾ അതെല്ലാവരെയും ഞാൻ അടച്ചാക്ഷേപിക്കുന്നില്ല. ഇവർക്കിടയിലേക്ക് പോകുമ്പം ഈ മത്സ്യ മാർക്കറ്റും ഇടനിലക്കാരും തമ്മിലുള്ളൊരു ടൈപ്പ് ഉണ്ടാകുന്നുണ്ട്. അതായത് കടൽ മത്സ്യങ്ങൾ, സീ ഫുഡാണല്ലോ കൂടുതൽ വരുന്നത്. കേരളത്തിലെ സീ ഫുഡ് അങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്, വിദേശത്തോട്ടൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ടൊക്കെ പോകുമ്പോഴേക്ക് അവർക്ക് ആവശ്യപ്പെട്ട മത്സ്യങ്ങളാണ് വേണ്ടിയത്. ഒരു ദിവസം മുഴുവൻ മത്സ്യത്തൊഴിൽ മേഖലയിൽ അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്? വേനൽ മഴ വരുമ്പം നമ്മുടെ സർക്കാരിൻ്റെ അഭിപ്രായം, അല്ലെങ്കിൽ സർക്കാരിൻ്റെ അല്ല, യൂണിവേഴ്സൽ തലത്തിൽ തന്നെ ആ സമയത്ത് കടലിൽ ഇറങ്ങരുതെന്നാണ് നമ്മൾ പറയുന്നത്. കാരണം ഭയങ്കരമായ ലൈറ്റ്നിങ് ആൻഡ് തണ്ടറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അപകടാവസ്ഥയുണ്ടാകും. പോകരുതെന്ന് പറയുമ്പോൾ ഇവരവിടെ പോകുന്നുണ്ട്. ഇവർക്ക് പോകാതിരിക്കാൻ പറ്റുന്നില്ല. കാരണം എന്താണ്? തൊട്ട് പുറകെ കേരളത്തിലാണെങ്കിൽ മൺസൂണാണ് വരുന്നത്. മൺസൂൺ വരുമ്പം മത്സ്യങ്ങൾക്ക് പ്രജനന കാലഘട്ടം, ആ സമയത്ത് ട്രോളിങ് നിരോധനമാണ്. അപ്പോൾ എന്ത് ചെയ്യും? 4-5 മാസം പട്ടിണി വരും. അതുകൊണ്ട് ഇവർ ഇവിടെ വേനൽ കാലഘട്ടങ്ങളിലും പോയി ഇവർക്ക് ഇടിവെട്ടും മിന്നലും വെട്ട് പൊള്ളിക്കരിഞ്ഞ് കുറേ എണ്ണം കിടപ്പുണ്ട്, കുറേ എണ്ണം മരിച്ചു പോകുന്നുണ്ട്. വീട്ടിൽ അച്ഛനോ അമ്മയോ സഹോദരനോ ഭാര്യയോ ഭർത്താവോ നഷ്ടപ്പെട്ട സമൂഹങ്ങൾ ഈ അസംഘടിതരുടെ കണക്കിൽ വരുന്നില്ല. അസംഘടിതരാകണമെങ്കിൽ ഒരു പ്രിവിലേജ് ഉണ്ടെന്നുള്ളതാണ്. ആ സമൂഹങ്ങൾ ഇവർ പോയി ഈ സമയത്ത് പുറംകടലിൽ പോയി ഇവരുടെ വള്ളമൊക്കെ എടുത്ത് എങ്ങനെയെങ്കിലുമൊക്കെ ആരുടെയൊക്കെ കണ്ണു പൊട്ടിച്ചൊക്കെ പോകും. ഈ പോകുന്ന മനുഷ്യർ പിടിച്ചോണ്ട് വരുന്നത് തിരണ്ടി, അതുപോലെ ചില മീനുകളുണ്ട്, പേര്. ആ പേരുകൾ ഈ ഇടനിലക്കാർ വിദേശത്തോട്ട് അയക്കാൻ വരുന്ന പേരിലില്ല എങ്കിൽ ഇവരാ പോയത് വെറുതെ ആയിപ്പോയി, ഇവർക്ക് കിട്ടുന്നില്ല, ലാഭം കിട്ടുന്നില്ല ഈ മീനിന്. അപ്പോൾ ഇവിടെ ഒരു ദുഷ്പ്രഭുത്വ മാർക്കറ്റിംഗ് സിസ്റ്റം ഉണ്ടാകുന്നുണ്ട്. അത് അസംഘടിത സമൂഹങ്ങളെ അത് ശക്തമായിട്ട് ബാധിക്കുന്നുണ്ട്. ഈ പറയുന്ന മനുഷ്യർ ഈ പിടിച്ച മീനും ഒക്കെ ആയിട്ട് പിന്നെ എന്ത് ചെയ്യും? കൊട്ടയിൽ ചുമന്നുകൊണ്ട് അവരുടെ കുഞ്ഞുങ്ങളും അമ്മമാരും വീടാന്തരം നടന്നു പോകുന്നു. അത് പറയുന്ന വിലയാണ്. ഈ മീന് നിങ്ങൾക്ക് 15 രൂപയാണെങ്കിൽ നിങ്ങൾക്ക് 35 രൂപ, മറ്റൊരാൾ 45 രൂപ. ആ രീതിയിലാണ് ഇതിൻ്റെ കണക്ക് പോകുന്നത്. അത് വളരെ ശക്തമായ രീതിയിൽ രേഖപ്പെടുത്തുക. ഇന്ത്യൻ ഇക്കണോമിയിൽ ഇത് രേഖപ്പെടുത്തുന്നില്ല, കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിൽ. അതായത് ദേശീയതയിലോ ഡിസിഷൻ മേക്കിങ്ങിലോ യാതൊരു തരത്തിലുള്ള അടയാളപ്പെടുത്തലും ഇത്തരം സമൂഹങ്ങൾക്ക് കിട്ടാതെ പോകുന്നതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന കാരണമെന്ന് പറയുന്നത് അവരുടെ ജനിച്ച ജാതി സമൂഹങ്ങൾ കൊണ്ട് തന്നെയാണ് ഇത്തരം അവസ്ഥ അവർക്കുണ്ടാകുന്നത്. ഇനി ഒരു ഇതും കൂടി ഞാൻ പറയാം, മുള വ്യവസായത്തെ. അതെനിക്കൊന്ന് ഖദിജേച്ചി ഒരുവിധം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ മുള വ്യവസായം എന്ന് പറയുന്നത് നമുക്ക് നല്ലൊരു മുളങ്കാടുകളുണ്ട്, നല്ല ശക്തമായ രീതിയിൽ കുറച്ച് മുളങ്കാടുണ്ട്. പക്ഷേ മുള കൊണ്ട് തന്നെയല്ല നടക്കുന്നുമില്ല. നമുക്ക് സ്വയം പര്യാപ്തത അതുകൊണ്ട് കൈവരിക്കാൻ പറ്റില്ല. അപ്പം മുള എന്ന് പറഞ്ഞാൽ നമുക്ക് പായ, കൊട്ട ഇങ്ങനെയാണ്. ബട്ട് ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ പുകയില്ലാത്ത വ്യവസായം വളരെ ശക്തമായി വികസിച്ച് നിൽക്കുന്നത് കൊണ്ട് ആർട്ടിസ്റ്റിക് ശൈലിയിൽ മുളയെ പല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. ഇപ്പം തന്നെ ഹോം ഡെക്കോർ എന്ന് പറയുന്ന ഒരു പുതിയ കൾച്ചർ രൂപപ്പെട്ടിട്ടുണ്ട്. ഇത് ഉപയോഗിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ ബാംബു മിഷന്, അതുപോലെ തന്നെ ബാംബുവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് സ്ഥാപനങ്ങൾക്കകത്തൊന്നും തന്നെ ഇത് കൃത്യമായ പ്രാവീണ്യമുള്ള ആളുകളെ ഇവർ ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം അവരുടെ ജാതി കൊണ്ട് ഇവരെ മാറ്റി നിർത്തിയിരിക്കുകയാണ്. അവരുടെ അടുത്ത് പോയി വളരെ കുറഞ്ഞ തുക കൊടുത്ത് 1500-2000 രൂപയോ വല്ലതും കൊടുത്തുകൊണ്ട് അവരുടെ അടുത്തു നിന്ന് ഇത് പഠിച്ചിട്ട് ഇത് കോർപ്പറേഷനായി മാറുമ്പോഴോ ഇത് മിഷനായി മാറുമ്പോഴോ സർനെയിമുകളുള്ള, പ്രിവിലേജുകളുള്ള, ജാതിവാലുള്ള ആളുകളോ അല്ലെങ്കിൽ സ്റ്റേറ്റിൻ്റെ സ്വത്തിന്മേൽ അവകാശമുള്ള ആളുകൾ മാത്രമാണ് കയറപ്പെടുന്നത്. ഈ പറയപ്പെടുന്ന മനുഷ്യർ പുറന്തള്ളപ്പെട്ടു പോകുന്നു. ഇത് ഇന്ത്യക്കകത്ത് രേഖപ്പെടുത്താതെ പോകുന്നതിന് പിന്നിൽ പ്രവർത്തിക്കുന്നതും ഈ സമൂഹങ്ങൾ അനുഭവിക്കുന്ന ജാതി തന്നെയാണ്. അതിൻ്റെ കാരണം എന്താണ്? ഭൂമിയില്ലാത്ത മനുഷ്യരാണ്. എന്തുകൊണ്ടാണ് ഭൂമി ഇല്ലാത്ത മനുഷ്യരായി പോകുന്നത്? ഭൂമി ഇല്ലാതെ പോകുന്നത് അവർക്ക്
ജനനാൽ തന്നെ ജാതീയതയിൽ നിന്നുകൊണ്ടാണ് ഈ ഭൂമിയില്ലായ്മ വന്നത്. അതായത് 14, 15, 16 നൂറ്റാണ്ടോടെ ഇന്ത്യയിലെ മേജർ ജാതി മത സമൂഹങ്ങൾ, മേജറായി നിന്ന ഫോർവേഡ് കമ്മ്യൂണിറ്റി എന്ന് അവകാശപ്പെടുന്ന ആളുകൾ ഭൂമി വെട്ടിപ്പിടിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ താടി സർവേ ഒക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ അല്ലേ? ഞാൻ അതിലോട്ടൊന്നും ഇപ്പോൾ കൂടുതൽ പോകുന്നില്ല. പല രീതിയിൽ ഭൂമി കൈവശപ്പെടുത്തി. അവർ ഈ ഭൂമി കൈമറിഞ്ഞത് ഇന്ന് നമ്മളിൽ ആരെങ്കിലും അനുഭവിക്കുന്ന ഭൂമി തുടങ്ങുമ്പോൾ അതാരും വാങ്ങിച്ചെടുത്തതല്ല. ഇവിടുത്തെ തദ്ദേശ ജനവാസികളുടെ ഭൂമി ക്ലിയർ ചെയ്ത് കയ്യിലെടുത്തത് പിന്നീട് കൈമാറ്റം ചെയ്യപ്പെട്ടു പോവുകയാണ്. അപ്പോൾ ഭൂമി ഇല്ലായ്മ എന്നുള്ളത് വന്നത് തദ്ദേശ ജനിച്ച നാട്ടിൽ ജാതിയുടെ പേരിൽ ഐസൊലേറ്റ് ചെയ്യപ്പെട്ട സമൂഹങ്ങൾക്ക് ഭൂമി കിട്ടിയിട്ടില്ല. ഇവിടെ ഞാൻ പ്രദീപൻ പാമ്പിരിക്കുന്ന് സാറിൻ്റെ പ്രശസ്തമായ ആ കൊട്ടേഷൻ ഓർക്കുന്നു. ഉദ്ധരണി: ഇഴഞ്ഞു നടക്കുന്ന പാമ്പിന് തല ഉയർത്തിപ്പിടിക്കുവാൻ സാധിക്കുന്നത് അതിന് ഇഴയാനൊരു തുണ്ടു ഭൂമി ഉള്ളത് കൊണ്ടാണ്. അങ്ങനെ ഇഴയാൻ പോലും ഒരു തുണ്ടു ഭൂമി ഇല്ലാത്ത ഈ മനുഷ്യരെ ഹൗ ഐ ക്യാൻ കോൾ ദം ദ അൺഓർഗനൈസ്ഡ് പീപ്പിൾ. എനിക്ക് അങ്ങനെ പോലും വിളിക്കാൻ പറ്റില്ല. അങ്ങനെ പോലും വിളിക്കുന്നത് അഹങ്കാരമാണെന്ന് ഞാൻ പറയുകയുള്ളൂ. അങ്ങനെ പോലും നിങ്ങളുടെ ചിന്തകൾക്കപ്പുറത്തേക്ക് കടന്നു പോകുന്ന ഒരു സമൂഹമാണ് ആയിട്ടാണ് അവരിപ്പോഴും നിൽക്കുന്നത്. എല്ലാവരുടെയും കൂടെയുണ്ട്, എന്നാൽ ഇല്ലാതിരിക്കുകയും ഇവർ ചെയ്യുന്നുണ്ട്. ഈ സമൂഹത്തിൻ്റെ വേദനകളെ മറ്റൊരു രീതിയിൽ തന്നെ അടയാളപ്പെടുത്തണം. അത് അടയാളപ്പെടുത്തണമെങ്കിൽ ഒരു ഘട്ടത്തിലെങ്കിലും, ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അന്യവൽക്കരണമോ അപരവൽക്കരണമോ നേരിട്ട മനുഷ്യർക്കും മാത്രമാണ് അത് സാധിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ദേശീയ മാനവിക വേദിയിൽ നമ്മൾ ഇന്നെല്ലാവരും ഇവിടെ ഉയർന്നിരിക്കുന്നത്. നമ്മൾ നമ്മുടെ രാജ്യത്ത് എത്രയൊക്കെ പ്രിവിലേജുകൾ അനുഭവിച്ചാലും നമുക്കറിയാം, ഷാറൂഖ് ഖാനോട് പോലും പാകിസ്ഥാനോട് പൊക്കോളാൻ പറഞ്ഞൊരു നാടാണിത് അല്ലേ? അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു മേഖലയിൽ കുറച്ച് ക്രിയാശേഷിയോടെ കടന്നു വരികയാണെങ്കിൽ അവർ പരിശീലനം നേടിയിട്ടേ വരാവുള്ളൂ എന്ന് പറയുന്നു. നിങ്ങൾക്കൊരു ഒരു നേരത്തെ ഭക്ഷണം വാങ്ങിച്ചു തരാൻ ആളുണ്ടായിരിക്കാം, അല്ലെങ്കിൽ 4000 രൂപയോ 5000 രൂപയോ തരാൻ ആളുകൾ ഉണ്ടായിരിക്കാം. എന്നാൽ ആർജവത്തോടെ നമുക്ക് കിട്ടേണ്ട വിഹിതം സർക്കാരിൽ നിന്ന് കിട്ടുന്ന സമയത്ത് നിങ്ങൾ പരിശീലനം നേടുക എന്ന് പറയുന്ന ഒരു സമൂഹമാണുള്ളത്. ഈ സമയത്ത് ആരൊക്കെയാണ് കൂടെ ചേർത്ത് നിർത്താൻ ഉണ്ടായത് എന്നുള്ളതും ഈ രംഗം നേരിടുന്ന ഏറ്റവും വലിയ അസംഘടിതാവസ്ഥയിൽ ഒന്ന് തന്നെയാണ്. ഇനി അതുപോലെ തന്നെ ഇവിടെ കണ്ടുവന്നിട്ടില്ലാത്ത, അപ്പം എനിക്ക് തീർച്ചയായിട്ടും അത്ര വലിയ ആഫ്റ്റർ പാൻഡമിക് ഈ ഒരു 1,00,000 പരമുള്ള ഒരു ഓൺട്രപ്രണർ സമൂഹങ്ങളായി ഇവിടുത്തെ ട്രേഡ് സമൂഹങ്ങളെ കൊണ്ട് കേരള ഗവൺമെൻറ്റിന് നീക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ വലിയൊരു ശതമാനം ആളുകൾ ഇന്ത്യയിലെ ദളിത് സമൂഹങ്ങളാണ്. അതിനകത്ത് എൻ്റെ ഞാൻ പറയാം, OBC സമൂഹങ്ങളുടെ 58%, SC 8.6, ST 0.38% കോൺട്രിബ്യൂഷനാണ്. അതിന് പല കാരണങ്ങളുമുണ്ട്. കാരണം അണ്ടർ റെപ്രസെൻറ്റേഷനിലാണ് ആദിവാസി സമൂഹങ്ങളുടെ ഒരു കണക്ക് ഇതിനകത്ത് വന്നു കിടക്കുന്നത്. അതിനൊക്കെ ചരിത്രപരമായ കാരണങ്ങളുണ്ടെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാം. നമുക്കത് പറഞ്ഞു പോകുവാനുള്ള അധികം സമയമില്ലാത്തത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഭൂമിയുടെയോ സ്വത്തിൻ്റെയോ ഒന്നും സഹായമില്ലാതെ ഇത്തരം ഒരു അവസ്ഥയിലേക്ക് ഒരു കൂട്ടായ രീതിയിൽ നടക്കുന്നുണ്ടെങ്കിൽ വീടുകളിൽ ഇത് എത്തുന്നില്ല. നാടിൻ്റെ ദേശീയതയുടെ ഭാഗമാകുവാൻ ഈ മനുഷ്യർക്ക് സാധിക്കുന്നുണ്ട്. ഈ നാട്ടിലെ ഡാമുകൾ ഉണ്ടാക്കിയത്, ഈ നാട്ടിലെ റോഡുകൾ ഉണ്ടാക്കിയത്, ഈ നാട്ടിലെ പർവ്വതങ്ങൾ ക്ലിയർ ചെയ്ത് കോട്ടക്കൊത്തളങ്ങൾ ഉണ്ടാക്കിയതൊക്കെ തന്നെയും ഇവിടുത്തെ അടിമ സമൂഹങ്ങൾ തന്നെയായിരുന്നു ഭൂരിഭാഗവും. ആ സമൂഹങ്ങളാണ് ഇവിടെ ഉൽപ്പാദനം. ഇപ്പോഴും നിങ്ങൾ അറിയാമല്ലോ, കരിങ്കൽപ്പണി ചെയ്യുന്ന മനുഷ്യരെ കണ്ടിട്ടുണ്ടോ? മിനിമം ഒരു 50 വയസ്സെങ്കിലും ഉള്ള ഒരാളായിരിക്കും കരിങ്കൽപ്പണി ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ആ സാങ്കേതിക വിദ്യ എഞ്ചിനീയറിങ്ങിന് പോലും പഠിപ്പിച്ചെടുക്കാൻ പറ്റില്ല. 10-50 വയസ്സുള്ള അച്ഛന്മാരത് നിന്ന് ചെയ്യുന്നത് ഞാൻ എൻ്റെ വീടിനടുത്തൊക്കെ കണ്ടിട്ടുണ്ട്. അതിൻ്റെ കാരണം അത് ആ പണി ചെയ്യുവാനുള്ള ആരോഗ്യവും അതിൻ്റെ കണക്കും അറിയാവുന്ന, ആ ഒരു മനക്കണക്കും അറിയാവുന്ന സമൂഹങ്ങൾ എന്നുള്ള രീതിയിലാണ് അവർ നിൽക്കുന്നത്. അപ്പോൾ ഈ ഉൽപ്പാദന പ്രക്രിയയിൽ ഇവിടെ ഇല്ലാത്ത മനുഷ്യരല്ല. ഈ ലോകത്തിൻ്റെ തന്നെ ഉൽപ്പാദന പ്രക്രിയയിൽ ഇവിടുത്തെ തദ്ദേശ ജനവിഭാഗങ്ങളുണ്ട്. പക്ഷെ വെയർ ടു സ്റ്റോക്ക് പൈലിറ്റ്, ഈ അതിൻ്റെ എല്ലാം അനുരണനങ്ങൾ എവിടെ കൊണ്ടാണ് സംഭരിക്കപ്പെടുന്നത് എന്നും ആരൊക്കെയാണ് സംരംഭകരായി മാറുന്നു എന്നുള്ളതാണ് ചോദിക്കുന്നത്. അതെപ്പോഴും കോർപ്പറേറ്റുകൾക്ക് മാത്രമാണ് സാധിക്കുന്നത്. പഴയ തമ്പ്രാൻ സമൂഹം കോർപ്പറേറ്റുകളായി മാറിപ്പോകുന്നുണ്ട്. അപ്പം ആ ഒരു ഗ്യാപ്പിലേക്ക് കടന്നു വരുവാനായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ട്. അതിലേക്ക് ഒന്നിച്ച് സഹകരിച്ചുകൊണ്ട് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ കൂടി നമുക്ക് സർക്കാരിലേക്ക് സമ്മർദ്ദം ചെലുത്തേണ്ടതുണ്ട്. ഇനി അതുപോലെ തന്നെ വളരെ ആശാവഹമായി ഞാൻ കണ്ട മറ്റൊരു കാര്യം, ദലിത് ആദിവാസി സമൂഹങ്ങൾ വളരെ ശക്തമായ രീതിയിൽ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല, ലോകമാധ്യമമായ സോഷ്യൽ മീഡിയയെ ഉപയോഗിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതെല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്, ബട്ട് അവർ ഉപയോഗിച്ചു തുടങ്ങി. കാരണം അവർക്ക് അവിടെ വിലക്കുകളില്ല. അവർക്കവിടെ വിലക്കുകൾ നേരിടേണ്ടി വരുന്നില്ല. ജാതിപരമായ വിലക്കുകൾ നേരിടുന്നേണ്ടി വരുന്നില്ല. ഒരു പരിധി വരെ അതിനകത്തും ഉണ്ടെന്നുള്ളത് മറ്റൊരു വാസ്തവമാണ്. പക്ഷേ ഈ ഒരു ചെറിയ വേദിയിൽ അത് നമുക്ക് പറയാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ സമൂഹങ്ങൾ യൂട്യൂബ് പോലെയുള്ള
വാതായനങ്ങളിൽ കൂടി കുറേ ആളുകൾ കടന്നു വരുന്നുണ്ട്. ചെറിയ ചെറിയ ആൽബങ്ങൾ നിർമ്മിച്ചുകൊണ്ട്, അതുപോലെ തന്നെ ഷോർട്ട് ഫിലിമുകൾ നിർമ്മിച്ചുകൊണ്ട്, റീൽസുകളിൽ നിന്ന് പണം ഉണ്ടാക്കി. ഇപ്പോൾ ഫേസ്ബുക്ക് ആണെങ്കിൽ കണ്ടന്റ് മോണിറ്റൈസ്ഡ് കൂടി ആക്കി തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചു കാണും. അപ്പോൾ ആ രീതിയിൽ പണിയെടുക്കുന്ന മറ്റൊരു സമൂഹങ്ങളുമായിട്ട് വന്നിട്ടുണ്ട്. അതായത് എപ്പോഴും കരഞ്ഞു കൂവി നിലവിളിച്ച് ഞങ്ങൾക്ക് അപകർഷതയുണ്ടേ എന്ന് പറഞ്ഞ് നടക്കുന്ന സമൂഹമല്ല. ഈ രാജ്യത്ത് ജാതീയതയും വംശീയതയും അപരവൽക്കരണവും അന്യവൽക്കരണവുമുള്ള ഇൻസെക്യൂരിറ്റിയാണ് ഈ സമൂഹങ്ങൾക്കുള്ളത്. അതായത് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് അല്ല. ഇനി അഥവാ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടെങ്കിൽ തന്നെങ്കിൽ ഇവിടെ അതിശക്തമായ രീതിയിൽ അത് സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് ഉള്ളത് കൊണ്ടാണ്. ആ സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് എപ്പോൾ അവസാനിക്കുന്നു അപ്പോൾ ഈ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടെന്ന് അവകാശപ്പെടുന്നവർക്കുള്ളിലേക്ക് അത് ഇല്ലാതായി മാറാവുന്നതുമായൊരു പ്രതിഭാസമാണ്. അപ്പോൾ അത് മാറ്റുക എന്നുള്ളതാണ് ആദ്യമായിട്ട്. ഈ സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് ജാതിയാൽ ഉണ്ടാകുന്നതാണ്. ജാതിയുടെ പേരും പറഞ്ഞ എല്ലാ ആനുകൂല്യങ്ങളും മേടിച്ചെടുക്കാൻ ഒരു നാണവുമില്ല. ഇതൊക്കെ എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ എപ്പോഴും കേൾക്കുന്ന ഒരു ജാതി. എനിക്കൊന്നും ഒരു നാണവുമില്ല. ജാതിയുടെ പേരും പറഞ്ഞ എല്ലാ ആനുകൂല്യം ഇല്ല, ഒട്ടും നാണമില്ല. കാരണം ജാതിയുടെ പേരിൽ കിട്ടുന്നത് ആനുകൂല്യം അല്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. മറ്റൊന്ന്, ഇന്ത്യയിൽ ജാതി എത്രത്തോളം കാലം ഉണ്ടായിരിക്കും. ജാതി ഒന്നിച്ച് നിന്ന് എതിർക്കുക, അല്ലാതെ ജാതിയുടെ പേരിൽ ഈ വിമർശകർ പറയുന്ന ആനുകൂല്യം എന്നുള്ളതല്ല. ആദ്യം നിർത്തലാക്കേണ്ടത് ജാതിയാണ്. ജാതി ഇല്ലാതാകുമ്പോൾ സ്വാഭാവികമായിട്ട് ഇത് ഇല്ലാതാകും. പക്ഷെ നമുക്ക് ജാതി ഇല്ലാതെ ജീവിക്കാൻ അറിയില്ല. ഇവിടെ കുളിക്കുമ്പോഴും നമുക്ക് പ്രസവം നടക്കണമെങ്കിൽ, കല്യാണം നടക്കണമെങ്കിൽ, ജനനം നടക്കണമെങ്കിൽ, മരണം നടക്കണമെങ്കിൽ ഈ ജാതിയെ കൂട്ടുപിടിച്ച് തന്നെ നടക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇപ്പം ഇവിടെ തന്നെ രാജേഷ് പറഞ്ഞതുപോലെ രണ്ട് ചെരുപ്പിട്ട് നടക്കുന്ന ഒരു സ്വഭാവം, അതായത് SC ST ഒഴികെ ഏതും എന്ന് പറയുമ്പോൾ പ്രതിഷേധിക്കുകയും സഹോദര വിവാഹങ്ങൾ മാത്രം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന മാതാപിതാക്കളുള്ള നാട്ടിൽ ഇതൊക്കെ തന്നെ കൃത്യമായ രീതിയിൽ ഈ അസംഘടിതാവസ്ഥ നമുക്ക് തുടർന്നുകൊണ്ടേ ഇരിക്കുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു നമുക്ക് പറയാനുള്ള ഒരു പ്രധാന വസ്തുത. അതിന് പിന്നിൽ നമ്മൾ കൃത്യമായി വിമർശകരാവുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും നമുക്ക് ചെയ്യാനുള്ളത്. വിമർശകരാവുക എന്ന് പറയുമ്പോൾ നമ്മൾ എന്തിനെയാണ് വിമർശിക്കുന്നത്? നിലവിലുള്ള സർക്കാരിനെയോ അല്ലെങ്കിൽ മാത്രവുമല്ല, നമ്മുടെ ഇപ്പോൾ നിലവിലുള്ള നമ്മളെല്ലാവരും തന്നെ കേന്ദ്ര സർക്കാർ നയങ്ങൾക്ക് നമ്മൾ പോലും അറിഞ്ഞോ അറിയാതെയോ ഈ അസംഘടിത സമൂഹങ്ങൾ വീണു പോകുന്നു എന്നുള്ളതുമാണ്. US താരിഫിനെ പറ്റി നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. US താരിഫൊക്കെ എന്ന് പറയുന്നത് ട്രംപ് നടപ്പിലാക്കിയ, കാരണം രാവിലെ തൊട്ട് ഉച്ച വരെ ട്രംപ് പറയുന്നതായിരിക്കത്തില്ല, ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരം പറയുന്നത്. ആ വൈകുന്നേരത്തിന് ശേഷം പറയുന്നില്ല. അദ്ദേഹം മൂവ്മെൻറ്റിനനുസരിച്ച്, അപ്പോൾ അത് സ്വിറ്റ്സർലാൻഡിൽ എന്താണ് നടക്കുന്നത് അതനുസരിച്ച് അദ്ദേഹം അതിൻ്റെ ചേഞ്ചസ് ഇത് പറയുന്നുണ്ട്. കാരണം അതവരങ്ങനെയാണ്. ഒരു യൂറോപ്യൻ രാജ്യമാണ്, തീർച്ചയായിട്ടും അങ്ങനെയാണ്. അതിപ്പോൾ കാലിഫോർണിയയിൽ വരുന്ന ഒരു മാറ്റത്തിനനുസരിച്ച് പറയാം, അല്ലെങ്കിൽ ആഫ്രിക്കൻ രാജ്യങ്ങളുണ്ടാകുന്ന മാറ്റത്തിനനുസരിച്ച് അദ്ദേഹം മാറുന്നതിനനുസരിച്ച് സമ്പദ് വ്യവസ്ഥ മാറും. ഈ സമ്പദ് വ്യവസ്ഥ മാറുന്നതനുസരിച്ച് ഡോളറും റുപ്പീസും തമ്മിലുള്ള ഒരു വലിയ ഇടിവ് ഇവിടെ സംഭവിക്കുന്നുണ്ട്. ഈ ഇടിവ് ഈ US താരിഫിനെ നമ്മളിവിടെ വേണ്ട രീതിയിൽ അഡ്രസ്സ് ചെയ്തിട്ടില്ല. US താരിഫിനെ വളരെ കൃത്യമായി സപ്പോർട്ട് ചെയ്യുന്ന അതിന് ഗുണമുണ്ട് ദോഷവുമുണ്ട്. ബട്ട് നമ്മളിതിനെ ദോഷമായി കാണാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇന്ത്യൻ ബ്രാഹ്മണ മതമാണ് തീർച്ചയായിട്ടും സാമ്രാജ്യത്വത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഈ അതിമനോഹര രംഗത്ത് തകർന്നടിഞ്ഞു പോകുന്നത് ഇന്ത്യയിലെ മൈനോറിറ്റി കമ്മ്യൂണിറ്റീസും ദളിത് ആദിവാസി സമൂഹങ്ങളുമാണ്. അതിൽ എസ്പെഷ്യലി മുസ്ലിം സമൂഹങ്ങളാണെന്നുള്ളത്, ഈ മൈനോറിറ്റിയിൽ എന്നുള്ളത് വളരെ കൃത്യമായ ഒരു സംഭവമാണ്. അതിൽ മൈനോറിറ്റികളായി കേരളത്തിൽ ഇല്ല എന്നുള്ളൊരു ഇത് പറയുമ്പോൾ പോലും നമ്മളിത് അനുഭവിക്കുന്നുണ്ട്. കാരണം ഞാൻ കടന്നു വരുന്നത് മഹാരാഷ്ട്രയിലെ നാന്ദഗാവ് ഖണ്ഡേശ്വറിൽ നിന്നാണ്. 90കൾക്ക് മുമ്പ് വരെ അത് നാന്ദഗാവ് ഖ്വാസി എന്ന പ്രദേശമായിരുന്നു. ആഫ്റ്റർ 90 ഇതിപ്പോൾ നാന്ദഗാവ് ഖണ്ഡേശ്വറായി മാറുകയും ചെയ്യുന്നുണ്ട്. അവിടെയുള്ള മനുഷ്യർ വളരെ സൈലൻ്റായാണ്. നമ്മുടെ നാട്ടിലെ അക്കാഡമിക് മൈനോറിറ്റി സമൂഹങ്ങളായിട്ടല്ല നമുക്ക് അവരെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശബ്ദിക്കാൻ പറ്റാതെ പോകുന്ന മനുഷ്യർ ഇവിടെയുണ്ട്, പറയാൻ പോകാതെ പറ്റുന്ന ഇവിടെയുണ്ട്. ഇപ്പം ഒരു ഖദീജ എനിക്ക് പലപ്പോഴും എൻ്റെ ഗ്രാമമായ നന്ദഗാവ് ഖണ്ഡേശ്വറിൽ എനിക്ക് കാണാൻ പറ്റുന്നില്ല. ബട്ട് അവിടെ ഇൻഡസ്ട്രി നിയന്ത്രിക്കുന്നത്, ഇക്കോണമി നിയന്ത്രിക്കുന്ന സമൂഹങ്ങൾ മുസ്ലിം സമൂഹങ്ങളാണ്. പക്ഷെ അവരവിടെ കാണുന്നില്ല. അതിൻ്റെ കാരണം എനിക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം ബാബറി മസ്ജിദിന് ശേഷം വളരെ ശക്തമായ രീതിയിൽ റേപ്പ് അനുഭവിച്ചത് അവിടെ നിന്നുള്ള ഈ പറയുന്ന UP നടന്നതിൻ്റെ അനുരണനങ്ങൾ ഇവിടെ ഉണ്ടായതുകൊണ്ട് അവരിപ്പോഴും സൈലൻ്റായി പോവുകയാണ്. ഈ സൈലൻ്റ് ആകുന്നത് ഒരു വലിയ അസംഘടിതമായ ഒരവസ്ഥയാണ്. ഒരവസ്ഥ നമുക്ക് മിണ്ടിയാൽ പ്രശ്നമാണ്. ഇപ്പോൾ ഡോണ്ട പ്രശാന്തിനെ പറ്റി പറഞ്ഞല്ലോ, രോഹിത് വെമുലയ്ക്കൊപ്പം അദ്ദേഹവും ഉണ്ടായിരുന്നു. ഡോണ്ട അടക്കമുള്ളവർ ആംപ്ലിഫൈ ചെയ്തതുകൊണ്ടാണ് അത് അക്കാഡമിക് പ്രഷർ അല്ലായിരുന്നു, പ്രണയ നൈരാശ്യമല്ലായിരുന്നു, മറിച്ച് ജാതിക്കൊലയാണെന്ന് അറിയുകയും അപ്പാറാവുവിനെതിരെ സംസാരിക്കാനും സാധിച്ചത്. എന്നാൽ ഇന്ത്യയിൽ അപരവൽക്കരണം നടക്കുന്ന മൈനോറിറ്റികൾക്ക് ചിലപ്പോൾ ശബ്ദിക്കാൻ പോലും പറ്റാതെ പോകുന്ന അവസ്ഥയുണ്ട്. ആസ് എ ദളിത് ചിലപ്പോൾ എനിക്കിത് വന്ന് ധൈര്യമായിട്ട് ഇവിടെ
പറയുവാൻ സാധിക്കുന്നുണ്ട്. ചിലപ്പോൾ ഇന്ത്യയിൽ എല്ലായിടത്തും എനിക്ക് ചിലപ്പോൾ പറയാൻ പറ്റുന്നുണ്ട് എന്നുള്ളൊരു അവസ്ഥയാണ്. ഇവിടെ ജനനേന്ദ്രിയങ്ങളാൽ ആക്രമിക്കപ്പെടുന്ന സമൂഹങ്ങളാണിത്. ജനനേന്ദ്രിയങ്ങൾ നോക്കിയാണ് ആക്രമിക്കപ്പെടുന്നത്. ഖൈർലാഞ്ചി അടക്കമുള്ളത്, ബോംബെ കലാപങ്ങളിലൊക്കെ ഇത് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഈ പറയുന്ന എല്ലാ സമൂഹങ്ങളുമാണ് അസംഘടിത സമൂഹങ്ങൾ. അല്ലാതെ നമ്മൾ കാണുന്ന ഈ തൊഴിൽ സമൂഹങ്ങൾ മാത്രമായിട്ടല്ല, ജാതി സമുദായ ഈ ജാതി സ്റ്റാറ്റസിൽ വരുന്ന ആ സമൂഹങ്ങളെ എന്ത് കാരണം കൊണ്ടാണ് അവർ മാറ്റപ്പെടുന്നത് എന്നുള്ള ഒരു ആലോചന നമുക്ക് വളരെ കൃത്യമായ രീതിയിൽ ഉണ്ടാകണം. ജാതിയുടെയും മതത്തിൻ്റെയും വംശത്തിൻ്റെയും വർഗീയത്തിൻ്റെയും പേരിൽ ചില ആളുകൾക്ക് പ്രിവിലേജ് നൽകുകയും ചില ആളുകൾ ഒരു പ്രത്യേക സ്റ്റാറ്റസിൽ വരികയും അതേ പേരിൽ തന്നെ അല്ലാതെ പോവുകയും ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഞാനൊരു സ്ത്രീ ആയതുകൊണ്ടാണ് ഞാനിത് ധൈര്യമായിട്ട് വന്ന് പറയുന്നത്. എപ്പോഴെങ്കിലും അന്യവൽക്കരണവും അപരവൽക്കരണവും നേരിടുന്ന സമൂഹങ്ങൾക്ക് സാമ്പത്തികമായോ സാംസ്കാരികമായോ സാമൂഹികമായോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവരുടെ സ്ത്രീകളുടെ ജനനേന്ദ്രിയങ്ങൾ ആക്രമിക്കപ്പെടുന്ന അവസ്ഥയ്ക്കെതിരെ ചോദ്യം ചെയ്യുവാൻ എത്ര പേർക്ക് സാധിക്കുന്നുണ്ട്? ആ ഒരു അവസ്ഥയാണ് ദേശീയ മാനവിക വേദിക്കൊക്കെ പ്രസക്തി ഉണ്ടാകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ യൂട്യൂബ് അതുപോലെ തന്നെ ഒരു സിനിമാ സംസ്കാരം കേരളത്തിലേക്ക് രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. കേരളത്തിൽ രൂപപ്പെട്ട് വരുന്നുണ്ട്. കേരളത്തിൽ 90-കൾക്ക് ശേഷം ഒരു ന്യൂജൻ സംസ്കാരം വരികയും ഇപ്പോൾ ബാഹുബലി പോലെയുള്ള സിനിമകൾ ഏറ്റവും കൂടുതൽ ആളുകൾ വർക്ക് ചെയ്തിട്ടുള്ളത് ഇന്ത്യയിലെ OBC SC വിഭാഗങ്ങൾ OEC വിഭാഗങ്ങൾ വർക്ക് ചെയ്ത ഒരു കാര്യമായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങളെ വിളിക്കപ്പെട്ട മൃദുലാദേവി ആരാണ്, അവരുടെ കമ്മ്യൂണിറ്റി ഏതാണെന്ന്. ചിലപ്പോൾ നിങ്ങൾക്ക് എന്നെ തീരെ അറിയത്തില്ലെങ്കിൽ മൃദുലാദേവി എന്ന എൻ്റെ പേരിൽ നിങ്ങൾ എന്നെ എങ്ങനെയായിരിക്കും സങ്കല്പിക്കുക, അല്ലേ? തീർച്ചയായിട്ടും മൃദുലാദേവി ഒരു ഹിന്ദു നാമധാരിയാണ്. ചിലപ്പോൾ എനിക്ക് ആ പ്രിവിലേജ് ലഭിക്കുകയും ചെയ്യാം. ഹിന്ദു അല്ലേ, ഹിന്ദുവിൽ ഏതാണെന്നുള്ളതനുസരിച്ച് ആ പ്രിവിലേജ് താത്തിയിടുവാനും സാധിക്കുകയും ചെയ്യുന്ന ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം ഇത്തരത്തിൽ നമ്മുടെ സമൂഹങ്ങളെ പേരിൻ്റെ പേരിൽ ഡിഫൈൻ ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട്. അത് വലിയ നമ്മൾ നേരിടുന്ന ഒരു അവസ്ഥയാണ്. ഇനി ഞാൻ ഖദീജ പറഞ്ഞൊരു പോയിന്റാണ്, അതിലിപ്പോൾ എനിക്ക് അത്ര ഓർമ്മ വരുന്നില്ല, ഞാൻ നോട്ട് ചെയ്ത പേജ് അങ്ങ് പറന്നുപോയി. അതിൽ ഖദീജയാണോ അതാരോ ഒരാൾ പറഞ്ഞിരുന്നു, ഇന്ത്യൻ മുസ്ലിം സമൂഹങ്ങൾ പലപ്പോഴും പലയിടങ്ങളിലും കയറിപ്പോയിട്ടുമുണ്ട്. എന്തുകൊണ്ടാണ് കയറിപ്പോയത്? അതുകൂടെ ഒന്ന് ആലോചിക്കും. ഒന്ന്, അവരുടെ കയ്യിൽ ഭൂമി ഉണ്ടായിരുന്നു. ഒന്ന്, ഞാൻ ഇന്ത്യയിലെയാണ് കാര്യമായിട്ട് പറയുന്നത്, ഇന്ത്യൻ ടോട്ടലി ഒന്ന് ഭൂമി ഉണ്ടായിരുന്നു. മറ്റൊന്ന്, ഇന്ത്യൻ കോട്ടൺ ഇൻഡസ്ട്രിയുടെ എന്ന് പറയുന്നത് അത് ഇന്ത്യയുടെ മാത്രം പേരിൽ നിൽക്കുന്നതല്ല. ആഗോളതലത്തിൽ മുസ്ലിം കമ്മ്യൂണിറ്റി ഇല്ലാതെ നടക്കത്തില്ല. തുർക്കി പാരമ്പര്യം മുതലുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് ഇനി അതിൻ്റെയൊക്കെ ഭാഗമായി തന്നെ ഇവിടെ ഒരു ബോളിവുഡ് ഇൻഡസ്ട്രി വികസിച്ചു വന്നിട്ടുണ്ട്. ഈ ബോളിവുഡ് ഇൻഡസ്ട്രി വികസിച്ചു വന്ന സമയത്ത് ഈ ബോളിവുഡ് ഇൻഡസ്ട്രിയിൽ 3 ഖാൻമാർ ഇവിടെ ഇങ്ങനെ നിലകൊള്ളുക വർഷം കുറേ ആയിട്ട് നിൽക്കുകയാണ്. ഇവരുടെ സിനിമ ഓട്ടോമാറ്റിക്കലി മലേഷ്യയിലും US-ലും എല്ലാം ഒരേ സമയം രൂപങ്ങളും ആ മണിയും താജ്മഹലിൽ നിന്നുള്ള പൈസയുമാണ് ഇവിടെ നിലനിൽക്കുന്നതുകൊണ്ട് അപ്പക്കഷ്ണം പോലെ IAS IES ഒക്കെ കിട്ടുന്നുണ്ട്. അതിൽ കൂടുതലല്ല. അതും അവർക്ക് ആവശ്യമുള്ളത് കൊണ്ടാണ്. ആർക്ക് ആവശ്യമുള്ളതുകൊണ്ട്? ഹിന്ദുത്വ വലതുപക്ഷത്തിനല്ല, ഇന്ത്യൻ ബ്രാഹ്മണ മതത്തിനാണ്. അത് അങ്ങനെ തന്നെ പറയണം, അല്ലേ? ടൈഗറിനെ ടൈഗർ എന്ന് വിളിക്കണം, മാൻ എന്ന് വിളിച്ച് നോർമലൈസ് ചെയ്യരുത്. ആൻഡ് വി ആർ ലിവിംഗ് ഇൻ ദ ന്യൂ നോർമൽ സിസ്റ്റം ആൻഡ് ഫോർ ഓൾ ദാറ്റ് ഐ ഹാവ് എ വോയിസ് ടു അൺടു ദ ഫോർഡൻ ലൈസ്. മറഞ്ഞിരിക്കുന്ന നുണക്കഥകൾ ഇല്ലാതാക്കുവാൻ നമുക്കാകെയുള്ളത് ശബ്ദം മാത്രമാണെങ്കിൽ ആ ശബ്ദത്തോടെ നിങ്ങൾ പറയുക, രാജാവേ നിങ്ങൾ ഇതാ ഉടുമുണ്ടില്ലാതെ നടക്കുന്നു എന്ന് പറയുവാനുള്ള ആർജവം nowadays our Dalits yielded here. അത് നമ്മൾ നേടിയിട്ടുണ്ട് എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അതിൻ്റെ ഭാഗമായാണ് ഇവിടെ ഒരു വേടനൊക്കെ ഉയർന്നു വന്നത്. തീർച്ചയായിട്ടും വേടൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഇമ്മോറലായിട്ടുള്ള ഒരു ട്രാഫിക്കിനെയും അംഗീകരിക്കുന്നില്ല. പക്ഷേ ഇന്ത്യയിൽ ആദ്യമായി ഒരു ദളിത് കമ്പോള വ്യവസ്ഥയെ നിയന്ത്രിച്ചു. ആം ഐ റൈറ്റ്? കമ്പോള വ്യവസ്ഥയെ നിയന്ത്രിക്കാൻ സാധിച്ചു. ഞങ്ങൾ എപ്പോഴും എങ്ങനെയായിരുന്നു? ഇവിടുത്തെ SC ST OBC വിഭാഗങ്ങളിൽ അതീവ പിന്നോക്കരായിട്ടുള്ള മനുഷ്യർ മിക്കവരും എങ്ങനെയായിരുന്നു? ഇങ്ങനെ കൈ നീട്ടി നിൽക്കുന്നു, പോയി വാങ്ങിക്കുന്നു, തിരിച്ചു വരുന്നു, മിൽമ കവർ വാങ്ങിക്കുന്നു, തിരിച്ചു വരുന്നു, പൊട്ട് വാങ്ങിക്കുന്നു, തിരിച്ചു വരുന്നു, അരി വാങ്ങിക്കുന്നു, തിരിച്ചു വരുന്നു. ഇതിനനുസരിച്ച് ഇവർക്ക് ഡിഫൈൻ ചെയ്യുവാൻ സ്പേസ് ഇല്ലാത്ത മനുഷ്യരായിരുന്നു. ബട്ട് ഇപ്പോൾ ഒരു വേടൻ ഉയർന്നു വന്നപ്പോൾ, വേടനെ ചുറ്റിപ്പറ്റി NRI സമൂഹങ്ങളുടെ മക്കൾ ഉണ്ടായപ്പോൾ ഇന്ത്യയിലത്തെ ഫോട്ടോഗ്രാഫി വികസിക്കുന്നു, തുണിത്തരങ്ങൾ വികസിക്കുന്നു, ഷാമിയാന വ്യവസായം വികസിക്കുന്നു, മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിന്റെ വില കൂടുന്നു. അങ്ങനെ ഒരു കൾച്ചറൽ ക്യാപിറ്റൽ ഉണ്ടാക്കുവാൻ സാധിച്ചെടുത്തിട്ടുണ്ട്. കലയ്ക്കാണ് ജാതിയെ ഒരു പരിധിവരെയെങ്കിലും മറികടക്കുവാൻ സാധിച്ചത്. ഇനി മൃദുലാദേവി കലാരംഗത്ത് വന്നപ്പോഴെന്തായിരുന്നു? ഞാൻ മലയാള സിനിമയിലെ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണിലും ഫ്രീഡം ഫൈറ്റിലും പലമാ ഡു യു സി മീലും പാട്ട് എഴുതി 2 റിലീസായി, ബാക്കിയെല്ലാം അതിജീവന ഗാനങ്ങളെ ആൽബം സോങ്ങുകൾ. ഓക്കെ, ഞാനൊരു പാട്ട് എഴുതി ആദ്യമായിട്ട് വീട്ടിലിരുന്നപ്പോൾ ഞാൻ ഓർത്തു, ഇപ്പം എന്നെ ഇൻ്റർവ്യൂ ചെയ്യാൻ ആ സമയത്ത് ഒരുപാട് പേര് വന്നു. ഞാൻ ഓർക്കുന്നു, അപ്പം ഞാൻ പഠിച്ചു വെക്കും, ഇൻ്റർവ്യൂവിന് നമ്മൾ പ്രിപ്പയർ ചെയ്യും.
എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള, ഞാൻ എങ്ങനെയാണ് സംഗീതത്തിൻ്റെ ലോകത്തേക്ക് വന്നത്, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഗായകരാരാണ്, എനിക്ക് ആരെയാണ് മീൻസ് ഞാൻ ആരെയാണ് ഒരു മോഡലാക്കിയത്, ഇതൊന്നും അല്ല ഇവർ ചോദിച്ചത്. ഇവരാദ്യമേ എന്നെ വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ട് പോയിട്ട് ഞങ്ങളുടെ വീടിനടുത്തുള്ള, എൻ്റെ വീടിൻ്റെ പുറകിലുള്ള ഞങ്ങളുടെ ടോയ്ലറ്റിൻ്റെ പുറകിൽ എന്നെ അങ്ങ് നിർത്തുക. അവിടെ നിന്നാണ് ഇവരൊരു സ്ഥലം തന്നിട്ടുണ്ട്, ഇന്ത്യൻ ദേശീയതയിലൊരു സ്ഥലം, അവിടെ നിന്ന് എൻ്റെ ഇൻ്റർവ്യൂ കൊടുക്കുന്നു. ഞാൻ പറഞ്ഞു, താങ്കൾ അകത്ത് കയറുക, അവിടെ ഞാൻ കഷ്ടപ്പെട്ട് കാശ് മുടക്കി ടാക്സ് അടിച്ച് ദിവാൻ സെറ്റ് വാങ്ങിച്ചിട്ടുണ്ട്, അവിടെ താങ്കൾ ഇരിക്കുക, താങ്കൾക്ക് വല്ല കുഴപ്പമുണ്ടോ, അതോ താങ്കൾക്ക് വല്ലോ എന്തെങ്കിലും ഡയറിയ പോലെയുള്ള പ്രശ്നമുണ്ടോ ഈ ടോയ്ലറ്റിൻ്റെ അടുത്ത് പോയി നിൽക്കാൻ, ഇതാ എൻ്റെയൊക്കെ അവസ്ഥ. ഞാൻ ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ BBC റിപ്പോർട്ട് ചെയ്ത് അവിടുത്തെ പാട്ട് എഴുതിയെങ്കിലും എൻ്റെ അവസ്ഥ ദളിതാവസ്ഥയാണ്. ഇനി ഞാൻ എഴുതിയത് ഏത് ഭാഷയിലാണ്? മലയാളവും പാളുവ ഭാഷയും മിക്സ് ചെയ്താണ് ആദ്യത്തെ സിനിമയിൽ പാട്ട് എഴുതിയത്. അപ്പോൾ ഇവരെന്നോട് വന്ന് ചോദിക്കുന്നത്, അപ്പോൾ പാളുവ ഭാഷ എന്ന് പറയുന്നത് പറയ കമ്മ്യൂണിറ്റിയുടെ ഭാഷയാണ്. പറയർ എന്തുതരം ഭക്ഷണമാണ് കഴിക്കുന്നത്? പറയരെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഞാൻ പറഞ്ഞത്, ഞാൻ ലൈവായിട്ട് ഇവിടെ നിൽപ്പുണ്ടല്ലോ, നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുന്നില്ലേ? എൻ്റെ ഭർത്താവ്, അതിലുണ്ടായ മകള്, ഇതൊക്കെ അവരാണ്. ഇവരുടെ വിചാരം ഏതോ അതിപുരാതന കാലത്തു നിന്ന് ഞങ്ങന്തോ കാട്ടുകിഴങ്ങൊക്കെ കഴിച്ച് ജീവിക്കുന്ന മനുഷ്യരാണ്. ഭാസ്കരൻ ഉണ്ണിയുടെ പുസ്തകമൊക്കെ ഇവർ വായിച്ചിട്ടുണ്ട്. 19-ാം നൂറ്റാണ്ട് മുതൽ തന്നെ അവൈലബിൾ ആയ എല്ലാ സാധനങ്ങളും കഴിച്ച് ജീവിച്ച മനുഷ്യരായതുകൊണ്ട് എന്ത് ചമ്പും ചവറും എല്ലാം ഭക്ഷണമാക്കിയിരുന്നു. എല്ലാം ഭക്ഷണമാക്കിയതുകൊണ്ടാണ് വസൂരിയെ ദളിതർ മറികടന്നത്. എല്ലാം കഴിച്ചതുകൊണ്ട് ഭയങ്കര സ്റ്റാമിനയാണ്. അപ്പം ഞാനിങ്ങനെ കരുവേപ്പില പോലെയുള്ളെങ്കിലും സ്റ്റാമിനയിലും ഇച്ഛാശക്തിയിലും ഞാനൊട്ടും പുറകിലല്ല. പക്ഷെ നിങ്ങൾ മറ്റുള്ളവർ ഡിഫൈൻ ചെയ്യുമ്പോൾ നമ്മൾ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സുകളാണ്. സോ യു ഷുഡ് റിമെമ്പർ ദാറ്റ് ദർ ഈസ് സുപ്പീരിയോറിറ്റി കോംപ്ലക്സ്. ദാറ്റ് ഈസ് വൈ വി ആർ തിങ്കിങ് യു ആർ ഇമാജിനിങ് ദാറ്റ് ദർ ഈസ് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഈസ് ഹിയർ. നിങ്ങൾക്ക് ഞങ്ങൾ രണ്ടുപേരൊക്കെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നുണ്ടോ? ഇല്ല. ഇഫ് യു നീഡ്, ഈ ഞങ്ങളുടെ ഈ കടകൾ ഓപ്പൺ ആണ്, നിങ്ങൾക്ക് ഞങ്ങളിൽ നിന്നും ഞങ്ങൾ കോൺഫിഡൻസ് തരാൻ തയ്യാറാണ്. കാരണം ഒരു ഭൂമിയും ഒരു മുതലും ഇല്ലാതെ കലാസമൂഹങ്ങൾ, നേരത്തെ സാർ പറഞ്ഞതുപോലെ കല, സംഗീതത്തെ പറ്റി പറഞ്ഞത്, കല അത് മാത്രമല്ല, ഇത്തരത്തിൽ രൂപപ്പെടുത്തിയെടുക്കുന്ന ഒരു സമൂഹം ഇവിടെ സംജാതമായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യയിലെ ക്യാമറാമാൻ വിഭാഗത്തിലുള്ള ഭൂരിഭാഗം ആളുകൾ, എഡിറ്റിംഗ് വിഭാഗത്തിലുള്ളവർ, ഈ സമൂഹങ്ങൾ കൂടുതലും ഈ വിഭാഗത്തിൽ നിന്നുള്ളവരാണ്. പക്ഷെ നിങ്ങൾ അവരെ റോയി എന്നോ പേരിലോ, നിങ്ങളവരെ ദേവദാസ് എന്ന പേരിലോ അറിയുമ്പോൾ അവർ SC ആണെന്നോ ST ആണെന്നോ OEC ആണെന്നോ OBC ആണെന്നോ അറിയുന്നില്ല. അതുകൊണ്ട് ഞങ്ങളോടാരും പാകിസ്ഥാനിൽ പോകാനോ ഒന്നും പറയുന്നില്ല. എന്തുകൊണ്ടാണ്? പലരോടും പറയുന്നുണ്ട് അല്ലേ, ജനിച്ച ജാതിയുടെ പേരിൽ സച്ചിൻ ടെണ്ടുൽക്കറോട് അങ്ങനെ പറയുമോ? ഇല്ല. സച്ചിൻ വാത്മീകി ആയിരുന്നെങ്കിൽ പറഞ്ഞേനെ. അങ്ങനെയാണ് വിനോദ് കാംബ്ലി ഇവിടെ ഇല്ലാതായത്. സോ ജാതിയുടെ രസതന്ത്രത്തെ നമ്മൾ മറ്റൊരു രീതിയിൽ തന്നെ അഡ്രസ് ചെയ്തു പോകേണ്ടതുണ്ട്. അപ്പൊ ഇത്തരത്തിൽ ഇനി പൈസ ഉണ്ടായിട്ടോ ഇന്ത്യൻ ദേശീയതയിൽ അംഗീകാരം കിട്ടിയിട്ടോ ഇതൊന്നും നടക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ക്രൗഡ് ഫണ്ടിങ് ആയിക്കൊണ്ട് തന്നെ മറ്റൊരു സമൂഹം ഇത്തരത്തിൽ ഇവിടെ ഇറങ്ങി വരുന്നുണ്ട്. ഇനി ഒന്ന്, ഞാൻ വേടൻ്റെ കാര്യം പറഞ്ഞു. വേടനെ വെച്ചുകൊണ്ട് ഇപ്പം എനിക്ക് തോന്നുന്ന ഒരു ഗ്രൂപ്പ് ഓഫ്, എൻ്റെ പേര് മറന്നു, ദളിത് ചേംബേഴ്സ് ഓഫ് ഇക്കണോമിക്സിൻ്റെ ഒരു ഡിക്കി ഉണ്ട് കേട്ടോ. അപ്പം അത് അത്രയും ആളുകൾ സമാഹരിച്ചുണ്ടാക്കിയതാണ്. പക്ഷെ വേടൻ അല്ലാതെയാണ് ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ അതേപോലെ തന്നെ മറ്റൊന്ന്, മാർജിനലൈസ്ഡ് സമൂഹത്തിൽ നിന്നും ഇന്ത്യൻ മലയാളിയുടെ വിധവാ സമൂഹത്തിനേറ്റ തിരിച്ചടി ഒരു രേണുസുതിയെ പോലുള്ളൊരു പെൺകുട്ടി വന്നിട്ടുണ്ട്. അതുമൊക്കെ ഈ സമൂഹങ്ങളുടെ ധൈര്യമാണ്. അതായത് ഈ എന്താണ് അഞ്ഞന കണ്ണെഴുതി ആലിലത്താലി ചാർത്തി അറപ്പുരവാതിലിൽ നിൽക്കാൻ മടിയില്ലാത്ത പെണ്ണുങ്ങളാണ് ഇന്ത്യയിലെ ധൈര്യമുള്ള, അവസരം കിട്ടിയാൽ മുന്നേറുന്ന പെൺകുട്ടി എന്ന് തെളിയിച്ചുകൊണ്ട് ഒരു പെൺകുട്ടി ഇപ്പൊ 6 മാസം കൊണ്ട് ബിഗ് ബോസിൽ പോയി അവളുടെ ബുക്കിൾച്ചുഴി കണ്ടതാണ് ഇന്ന് മലയാളിയുടെ ഏറ്റവും വലിയ സദാചാര ബോധവും വന്നിരിക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള മറ്റൊരു ക്രമീകരണം ഇന്ത്യക്കകത്ത് നടക്കുന്നുണ്ട്. കാരണം നമ്മൾ കണ്ടിട്ട് പരിചയിച്ചിട്ടുള്ള എല്ലാം ഗുരുധാരണവന്മാരുടെ കാര്യം കൊണ്ട്, ലോകനാർക്കാവിലമ്മയുടെ അനുഗ്രഹം കൊണ്ട് എന്നൊന്നും പറയാൻ തയ്യാറാത്ത, എളിമയും വിനയവും എടുത്ത് തൽക്കാലം അടുപ്പിൻ മൂട്ടിൽ ഇട്ടിട്ട് ധൈര്യമായിട്ട് ഞങ്ങൾ പോകുന്നുണ്ട്. ജയ് ഭീം എന്ന ഒരു വാക്ക് പറഞ്ഞുകൊണ്ട് മുന്നേറാൻ സമൂഹമുള്ള, ഇച്ഛാശക്തിയുള്ള ഈ സമൂഹങ്ങളെ നിങ്ങൾ ഒളിമ്പിക്സിലേക്ക് വിടുക. മിനിമം നിങ്ങൾക്കൊരു ബ്രോൺസ് എങ്കിലും കിട്ടിയിരിക്കും. അവിടെ നിങ്ങൾ ജാതി നോക്കരുത്. ഈ സമൂഹങ്ങളെ നിങ്ങൾ കലാരംഗത്തേക്ക് കൊണ്ടുവരിക. നിങ്ങൾക്ക് ദേശീയ അവാർഡ് കിട്ടിയില്ലെങ്കിൽ മിനിമം ഒരു ഫിലിം ക്രിട്ടിക്കെങ്കിലും ഈ ജാതി ഇല്ലെങ്കിൽ കിട്ടും. ഇന്ത്യയിലെ മലയാളത്തിലെ സിനിമ എന്ന് പറയുന്നത് JC ഡാനിയലാണ്. പിന്നോക്കനായ JC ഡാനിയൽ തുടങ്ങി വെച്ച് ദളിത് സ്ത്രീയായ PK റോസി മുന്നോട്ട് കൊണ്ടുപോയ മലയാള സിനിമ ഇന്ന് ഒരു 1.5 കോടി, നമ്മളെല്ലാവരും കൂടെ നന്നായിട്ടൊന്ന് വേറെ പങ്കുവെച്ചാൽ തീരാവുന്ന 1.5 കോടി കയ്യിലോട്ട് കിട്ടുമെന്ന് കണ്ടപ്പോൾ പരിശീലനം വേണമെന്ന്
അധിക്ഷേപിച്ചപ്പോൾ ഉരിയാടാതെ മിണ്ടാതെ നിന്ന സമൂഹങ്ങൾ അസംഘടിതരാക്കുന്നത് കൊണ്ട് മാത്രമാണ് ഞങ്ങളൊക്കെ അസംഘടിതർ ആയി പോകേണ്ടി വന്നത്. മറിച്ച് ഞാൻ അവരോട് ഈ വേദിയിൽ കൂടി, ദേശീയ മാനവിക വേദിയിൽ കൂടി പറയുന്നു, നിങ്ങൾ ദളിതരെ മുച്ചീട്ട് കളിക്കാരായും ബലാത്സംഗ വീരന്മാരായും ക്രിമിനലുകളായും ദളിത് സ്ത്രീകളെ ഉടുമുണ്ടഴിക്കുന്നവരുമായും ചിത്രീകരിക്കുന്നത് തടയുവാൻ 40 കോടി പോലും വേണ്ട, 1.5 മണിക്കൂർ പരിശീലനം കൊടുത്തിട്ട് മതി ഇവിടെ വന്ന് പഠിപ്പിക്കുവാൻ. കാണുന്നില്ലൊരക്ഷരവും എൻ്റെ വംശത്തെ പറ്റി, കാണുന്നുണ്ടനേക വംശത്തിൻ ചരിത്രമെന്ന പറഞ്ഞ പൊയ്കേലപ്പച്ചൻ്റെയും വില്ലുവണ്ടി 20,000 രൂപ അന്നത്തെ കാലത്ത് മുടക്കിക്കൊണ്ട് വില്ലുവണ്ടി ഓടിയ വണ്ടിയുടെ മാത്രം വിലയാണ്, ബാക്കി ട്രാൻസ്പോർട്ട് ചാർജ് ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല, എല്ലാം കൂടെ കൂട്ടി ഒരു നടത്തിയ ഞങ്ങളെ ഇങ്ങനെ ഇൻസെക്യൂർ സമൂഹങ്ങളായിട്ട് പറയരുത്. കാരണം നമ്മളെല്ലാവരും കേട്ടത് ഇങ്ങനെയാണ്, മഴ പെയ്യുമ്പോഴേ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെങ്ങനാടിയേ, ഇടിവെട്ടുമ്പോഴേ നിങ്ങളുടെ കുഞ്ഞുങ്ങളെങ്ങനാടിയേ, സൗകര്യമില്ല. മഴ പെയ്യുമ്പോഴേ രാജേഷ് ഞങ്ങൾ മറുമല കയറും, ഇടിവെട്ടുമ്പോഴേ ഞങ്ങൾ ചിറ കെട്ടിക്കേറും. ഞങ്ങൾക്കൊരു സൊല്യൂഷൻ ഉണ്ട്. മഴ പെയ്യുമ്പോൾ ഞങ്ങൾ മറുമല കയറുകയും ഇടിവെട്ടുമ്പോൾ ചിറ കെട്ടിക്കേറുകയും ചെയ്യുന്ന സമൂഹമാണ്. രാരിക്കം സുഖമായിട്ട് ഉറങ്ങുന്നു. ബിക്കോസ് വി ഡോണ്ട് ഹാവ് എനി അതർ അസറ്റ് ബട്ട് ഓൺലി ഓണസ്റ്റി. For all that I have a voice to undo the further lives. Once again, Jai Bhim, Jai Bhim, Jai Bhim. Thank you for the ദേശീയ മാനവിക വേദി. ഞാൻ പ്രതീക്ഷിക്കുന്നു മഹാരാഷ്ട്രയിൽ നിങ്ങൾക്ക് ബ്രാഞ്ചുകൾ ഉണ്ടെന്ന്. ഈ ഒരൊറ്റ പ്രോഗ്രാമിന് വേണ്ടി ഞാൻ വന്നത് അത് ദേശീയ മാനവിക വേദിയുടെ പ്രോഗ്രാം ആയതുകൊണ്ടാണ്, അതിന് സത്യസന്ധത ഉണ്ടാകുമെന്നുള്ള വിശ്വാസം കൊണ്ടാണ്. ഒരുമിച്ച് അന്യവൽക്കരണം നേരിടുകയും അപരവൽക്കരണം നേരിടുന്ന മനുഷ്യരുടെ ജാതിയോ മതമോ നോക്കാതെ കാശിയിലെ വിധവാ വേഷം കുത്തി ഇട്ടുകൊണ്ട് സെക്സ്വലി ഹരാസ് ചെയ്യപ്പെടുന്ന ബ്രാഹ്മണ സ്ത്രീകളെയും ഒക്കെ ചേർത്തുകൊണ്ട് നമുക്കൊന്നിച്ച് മുന്നേറുവാൻ സാധിക്കട്ടെ. താങ്ക് യു.